ഹരാ ശിവ ശിവ ശംഭോ രുദ്രമഹാദേവ ശങ്കരരുദ്രമഹാദേവ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. രാധേ കൃഷ്ണ 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 രാധേ രാധേ. രാധേ ശ്യാമ 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 രാധേ രാധേ. വേദവ്യാസായ വന്ദേ വൃന്ദാവനാനന്ദാം രാധികാം പരമേശ്വരീം ഗോപികാം പരമാം ശ്രേഷ്ഠാം ആഹ്ലാദിനീ ശക്തിരൂപിണീം. വൃന്ദാവനേശരാധേശ പുരുഷോത്തമമാധവ ഭക്താനാം ത്വം തു സുഖദത്വാമഹം ശരണം ഗത. വന്ദേ നന്ദം വ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷ്ണശഃ യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം ശ്രീഗോപീചരണാരവിന്ദ പരമാണവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യൽകൃപാതമഹം വന്ദേ ഗുരുവായൂരേശ്വരം. യൽകൃപാതമഹം വന്ദേ നന്ദിഗ്രാമപുരേശ്വരം. ഗുരുഭ്യശ്ച ഗൃഹേഭ്യശ്ച മയാ ബദ്ധോയമഞ്ജലി പ്രസന്നമനസാസ്തേ മേ സത്യാം കുർവന്തു ഭാരതീം. സത്യാം കുർവന്തു ഭാരതീം. സത്യാം കുർവന്തു ഭാരതീം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാസമ്പ്രദായകർത്തൃഭ്യഃ വംശഋഷിഭ്യഃ പരമഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി ബ്രഹ്മൈവാഹമസ്മി ബ്രഹ്മൈവാഹമസ്മി. ശ്രാവയിത്വാ ഭാഗവതം അദാന്മുക്തിം പരീക്ഷതേ യസ്തം വ്യാസാത്മജം വന്ദേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ആഞ്ജനേയസ്വാമികീ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ. രാധേശ്യാം രാധേശ്യാം രാധേശ്യാം. സജ്ജനങ്ങൾക്ക് ഏവർക്കും നമസ്കാരം. സാക്ഷാലീശ്വരനായിട്ടുള്ള ശ്രീകൃഷ്ണനെ ഉള്ളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വേദവ്യാസ ഭഗവാനാൽ നമുക്ക് നൽകപ്പെട്ട സർവ വേദ ഇതിഹാസ ശാസ്ത്രസാരമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം, ആ ഭാഗവതത്തിനെ അടുത്തറിയാനുള്ള ഒരു വഴി കൂടി നമുക്ക് തുറന്നു തന്നിരിക്കുന്നു. ആ വഴിയിലൂടെ വേണ്ടതുപോലെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ എന്ന് ഇവിടേക്ക് എത്തിച്ച മഹാത്മാക്കളെ നമസ്കരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ശ്രീമദ് ഭാഗവതം അത് വാച്യാർത്ഥ ശ്രവണമല്ലാതെ കണ്ട് ലക്ഷ്യാർത്ഥ ശ്രവണം ആണ് നമുക്ക്. വാച്യാർത്ഥ ശ്രവണം ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഭാഗവതം കേട്ട്, അഥവാ ഒരു പ്രഭാഷണം, നല്ലൊരു പ്രഭാഷണം കേൾക്കാം എന്നൊരു ഭാവത്തിൽ ഒരിക്കലും ഭാഗവതം കേൾക്കാൻ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ പോകേണ്ടത്. ഭാഗവതം കേൾക്കാൻ പോകുമ്പോൾ ഒരു പ്രഭാഷണം കേൾക്കാം എന്നതിലുപരി ഭഗവാനെ നേടാൻ പോകുന്നു എന്ന ഭാവം ആണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഭഗവാന് വഴിപാട് ചെയ്തിട്ട് ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും നേടാം എന്നാഗ്രഹിച്ചു പോകാതെ ഏത് മൂർത്തിയെ തൊഴാൻ പോകുന്നുവോ ആ മൂർത്തിയെ നേടാൻ ഉള്ള ആഗ്രഹം പോലെ ഭാഗവതത്തിൽ വരുമ്പോഴും ശ്രവണ സുഖം എന്നതിലുപരി ഭഗവാനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അതിന് ആഗ്രഹിക്കുക. അങ്ങനെ ഈശ്വരനെ നേടാൻ ആഗ്രഹിച്ച പരീക്ഷിത് രാജാവിന് ഭഗവാനെ കിട്ടിയ രംഗമാണ് പ്രകാശതഃ കോപി നവീനമാർഗ എന്ന രീതിയിൽ നമുക്ക് പറഞ്ഞിരിക്കുന്ന ഈ ഭാഗവതം. അവിദ്യയെ ഇല്ലാതെയാക്കുക, വിദ്യ അവിദ്യ ഇത് രണ്ടും പറഞ്ഞു.
അവിദ്യ എന്നുള്ളതാണ് നമ്മുടെ മരണം. ആ അവിദ്യയെ വിദ്യ കൊണ്ട് ഇല്ലാതെയാക്കാനാണ് പറയുക. വിദ്യ നേടിയാൽ അവിദ്യയെ ഇല്ലാതെയാക്കാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. നമ്മെ സംബന്ധിച്ച് ഇന്ന് നാം അനുഭവിക്കുന്ന ദുഃഖങ്ങളുണ്ട്. ഈ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കാനാണ് പലരും ശ്രമിക്കുന്നത്. ഈ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല. ദുഃഖങ്ങളില്ലാതെയാവില്ല. മറിച്ച് ദുഃഖ കാരണങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈശ്വരനെ സേവിക്കുക, അറിയുക, അത് മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ള ഒന്നുള്ളൂ. അതിന് വേദാന്ത ശ്രവണം. ഈ വേദാന്ത ശ്രവണത്തിന് സാധാരണ ശ്രവണം, മനനം, നിധിധ്യാസനം 3 രീതിയിലൂടെ 3 മാർഗത്തിലൂടെയാണ് ഇതിലെത്തേണ്ടത് പറയും. ഭാഗവത ഉപാസന, ഈ ഭാഗവതത്തെ വേണ്ട പോലെ ഉപാസിച്ചാൽ ഇത് 3 ഇവിടെ തന്നെ നടക്കുന്നു. ശ്രവണവും മനനവും നിധിധ്യാസനവും. ലോകഹിതത്തിന് വേണ്ടിയിട്ട് ശൗനകാദി ഋഷീശ്വരന്മാരുടെ ചോദ്യം സൂത പൗരാണികനോട്, ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ശ്രവണം എന്നുള്ളതായി, കേൾക്കേണ്ടതെന്ത് എന്നുള്ളത് അവിടെയായി. പിന്നീട് ഇതിനെ മനസ്സിൽ ഒന്നും കൂടിയും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, കാരണം കേവലം കേട്ടതുകൊണ്ട് മാത്രം പ്രയോജനമില്ല, അനവധി സംശയങ്ങൾ ഉണ്ടായേക്കാം. അപ്പൊ ആ സംശയങ്ങൾ തീർത്താലേ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ആ മനനം എന്നുള്ളത് ശ്രീശുക ബ്രഹ്മഋഷിയും പരീക്ഷിത്തും തമ്മിലുള്ള സംവാദം, ആ ഒരു രംഗം കൊണ്ട് മനനം എന്നുള്ളത് സാധ്യമാകുന്നു. പിന്നീട് ഭാഗവതം 12ാം സ്കന്ധത്തിലെ 12ാം അധ്യായ ശ്രവണം കൊണ്ട് നിധിധ്യാസനം, ഈ എത്തിയത് ശരിയാണ് എന്ന ഭാവത്തിൽ അതിലേക്ക് ആവാൻ, അതായി തീരാനായിട്ട് സാധിക്കുന്നു. ഈ വേദാന്തത്തിന്റെ ഭാഷ പറഞ്ഞാൽ, അഥവാ വേദാന്തത്തിന്റെ രൂപത്തിൽ ഭാഗവതത്തെ കാണുമ്പോൾ നമുക്ക് ഭാവിയിൽ ഇത് കേട്ടിട്ട് എന്തെങ്കിലും ഭാവിയിലായി തീരാം എന്നല്ല, ഭാഗവത ഉപാസന കൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ പരീക്ഷിത രാജാവിന് ഒരേ ഒരു ഭാഗവത സപ്താഹം കൊണ്ട് നേടേണ്ടതിനെ നേടാൻ സാധിച്ചു. നമുക്ക് അനവധി പറയുന്നു, അനവധി കേൾക്കുന്നു, അതൊരു ഭാഗ്യമാണ്, അല്ല എന്നല്ല. പക്ഷേ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സ്വയം ചിന്തിക്കലും കൂടി വേണം. ഭാഗവതം പറഞ്ഞു, മനുഷ്യനെ ഉയരാൻ വേണ്ടിയിട്ട് അനവധി ഗ്രന്ഥങ്ങൾ ഉണ്ട്. ഇനി പുരാണങ്ങൾ തന്നെ ധാരാളമുണ്ട്, ഇതിഹാസമുണ്ട്, പലതുമുണ്ട്. ഇതിലൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ചിലതിക്കല് സാഖ്യം പ്രധാനപ്പെട്ടത് എന്ന് പറയും. എന്നാൽ ചിലതിക്കല് ഭക്തിയെ, ചിലതിക്കല് ജ്ഞാനത്തിനെ, ചിലതിക്കല് കർമ്മ പദ്ധതികളെ എന്ന് വേണ്ട പലതിനെ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ സംശയം വരും ഏതാണ് സ്വീകരിക്കേണ്ടതെന്ന്. എന്നാൽ ഇതിൽ ഏതെടുത്താലും ഭക്തിയില്ല എങ്കിൽ ഈ പറഞ്ഞതൊന്നിനെയും നേടാൻ സാധിക്കില്ല. ശ്രദ്ധാഭക്തി പവിത്രിതോപകരണേ, തന്ത്രസംശയം എന്ന താന്ത്രിക ഗ്രന്ഥത്തിൽ പറയും, ശ്രദ്ധാഭക്തി മുതലായവയാൽ പവിത്രീകരിക്കപ്പെട്ട ഉപകരണങ്ങളോട് കൂടിയിട്ട് വേണം പൂജാദികൾ. ഉപകരണങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ഇന്ദ്രിയങ്ങൾ നർത്താക്കാൻ വേണമെങ്കിൽ എന്തുമാവട്ടെ. അപ്പൊ ശ്രദ്ധാഭക്തി, ഈ 2 സാധനങ്ങളും ഇല്ല എങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ താന്ത്രികമെന്നല്ല ഏത് വിഷയം എടുത്തോളൂ, ശ്രദ്ധാഭക്തികളോടെ അഥവാ ശ്രദ്ധാഭക്തികളിലൂടെ പരിശുദ്ധരാകാതെയാണ് നാം ചെയ്യുന്നതെങ്കിൽ അതിന്റെ പ്രയോജനം ഇല്ലാതെ പോകുന്നു. അപ്പൊ ഈ ശ്രദ്ധാഭക്തികൾ, അതില് ഈ ഭാഗവതത്തിൽ ഇത് രണ്ടുമാണ് പറയുക. ശ്രദ്ധയും വേണം, ഭക്തിയും വേണം. അതിൽ ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഭാഗവതത്തില് മറ്റ് ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് ഭക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നുവെങ്കിലും കേവലം ഒരു ഭക്തി ശാസ്ത്രം മാത്രമല്ല ഭാഗവതം കേട്ട് നമുക്കറിയാം. ഭാഗവത്തിലെ സാംഖ്യയോഗത്തിനെ കുറിച്ചിട്ടായാലും ക്രിയായോഗത്തിനെ കുറിച്ചിട്ടായാലും അതുപോലെ തന്നെ സജ്ജന സംസർഗം മുതലായിട്ടുള്ള എന്ത് കാര്യങ്ങൾ മറ്റ് ഏതൊക്കെ ഗ്രന്ഥങ്ങളിൽ വേദവ്യാസ ഭഗവാൻ മനുഷ്യരാശിക്ക് വേണ്ടി നൽകിയിട്ടുണ്ടോ അതിന്റെ മുഴുവൻ സാരമാണ് ഈ ഭാഗവതത്തില് കാണാൻ സാധിക്കുക. സർവവേദാന്ത സാരം ഹി ശ്രീ ഭാഗവതമിഷ്യത്തെ. സർവവേദാന്തത്തിന്റെയും സാരമാണ് ഈ ശ്രീമദ് ഭാഗവതം. മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഭാഗവത്തിൽ നോക്കുമ്പോൾ എന്താ, മറ്റുള്ളത് ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒറ്റയടിക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ പലർക്കും സംശയം തോന്നാം. പക്ഷെ ഭാഗവതം കേൾക്കുമ്പോൾ സംശയം ഉണ്ടാവില്ല. ഇനി മറ്റു ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കത് ചെയ്യണമെങ്കിൽ മറ്റു പലതിനെ ഉപേക്ഷിക്കേണ്ടി വരും, അങ്ങനെ ചില പ്രശ്നങ്ങൾ. ഭാഗവതത്തിന് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നർത്ഥം. ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ രസിക്കുന്നതാണ്. അത് കേൾക്കുമ്പോഴും
കേട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ ഒരുപോലെ തന്നെയാണ്. ഓരോ കഥ കേൾക്കുമ്പോഴും ചില മരുന്നുകളുണ്ട്, അത് കഴിക്കാൻ വളരെ പ്രയാസം ഉള്ള മരുന്നാണ്. പക്ഷെ ഈ ഭവരോഗത്തിന്റെ മരുന്നായ ഭാഗവതം കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളതല്ല. സ്വാദു സ്വാദു പതേ പതേ. കാരണം മനുഷ്യന് ഈശ്വരനിലേക്ക് എത്താൻ അനവധി വഴികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ലാ വഴികളെയും ഭക്തി എന്ന സൂത്രത്തിൽ, ഭക്തി എന്ന ചരടിൽ ആണ് ഭാഗവത്തിൽ കോർത്തിരിക്കുന്നത്. ഏറ്റവും സ്വാദേറിയ ഒന്നാണ് ഭക്തി എന്ന് വെച്ചാൽ പ്രേമം. നാം അനുഭവിക്കുന്ന അനവധി അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളിൽ 2 അനുഭവങ്ങൾക്ക് ലേശം ഒരു പ്രാധാന്യം പറയാം. എന്നുവെച്ചാൽ നമ്മളെ കൂടുതൽ ബാധിക്കുന്നതെന്ന് പറയാം. ഒന്ന് ദുഃഖം, മറ്റൊന്ന് പ്രേമം. കാരണം ഇത് രണ്ടും വരുമ്പോൾ നമ്മുടെ പ്രശ്നം എന്താ? ശരീരത്തിനെ കുറിച്ച്, ശരീരത്തിൽ ഞാൻ എന്ന് ഓർക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ നമ്മുടെ ശരീരത്തിനെ മറക്കുന്ന 2-3 ഭാവങ്ങൾ, ദുഃഖം, അതേപോലെ തന്നെ പ്രേമം, പിന്നെ ഭയം. ഈ 3 വന്നാലും ശരീരത്തിനെ മറക്കും. അതിൽ ദുഃഖമായാലും ഭയമായാലും നമുക്ക് ഗുണപ്രദമല്ല. പക്ഷേ പ്രേമമാണെങ്കിലോ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് പ്രേമം. അപ്പോൾ പ്രേമസ്വരൂപികളായി തീരാൻ ഭാഗവതം നമ്മളോട് പറയുന്നു. സത്യത്തിൽ നാം നമ്മെ തന്നെയാണ് പ്രേമിക്കേണ്ടത്. നമ്മെയാണ് പ്രേമിക്കുന്നതെങ്കിലും അത് തിരിച്ചറിവുണ്ടാവുന്നില്ല. ഞാൻ മറ്റുള്ള പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെ പ്രേമിക്കുന്നു എന്ന ഒരു അവിദ്യ. സത്യത്തിൽ പ്രപഞ്ചത്തിൽ ഒരു വസ്തുക്കളെയും നാം സ്നേഹിക്കുന്നില്ല. നാം സ്നേഹിക്കുന്നത് ഈ ജീവനെ തന്നെയാണ്, നമ്മെ തന്നെയാണ്, മറ്റൊന്നിനെയുമല്ല. പക്ഷെ ഇത് തിരിച്ചറിയാൻ സാധിക്കാത്തിടത്താണ് നമ്മുടെ ദുഃഖം. ഇത് തിരിച്ചറിയാൻ പറ്റുന്നു എങ്കിൽ അവിടെ ദുഃഖമില്ല. ഇത് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം. അപ്പോ ഇവിടെ നമുക്ക് അത് ഈശ്വര കഥകളെ പറഞ്ഞു തന്നിട്ട് ആ ഈശ്വരനെ പ്രേമിച്ച ആളുകളുടെ കഥ പറയുമ്പോൾ, അവർക്ക് ഈശ്വര കാരുണ്യത്തെ അനുഭവിക്കാൻ സാധിച്ച കഥകൾ പറയുമ്പോൾ, ആ കഥയിൽ പറയുന്ന ആ ഒരു ഭാവത്തിനോട്, ഈശ്വരനോട് നമുക്ക് ആദ്യം ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നു. ആ ഇഷ്ടം ക്രമത്തിൽ ദൃഢമായിട്ടുള്ള പ്രേമമായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പൊ നമ്മൾ പോലും അറിയാതെ നാം ഈശ്വരനെ പ്രേമിക്കണു. നമ്മുടെ ദുഃഖങ്ങൾ പിന്നെ ഇല്ല, ഞാനില്ല അവിടെ. അതിലേക്ക് എത്തിയാൽ പിന്നെ, ഈശ്വരനിലേക്ക് എത്തിയാൽ പിന്നെ ഞാനില്ല എന്നർത്ഥം. അപ്രകാരം ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ പുണ്യഗ്രന്ഥങ്ങൾ. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് 2 വഴികളാണുള്ളതല്ലേ. ഒന്ന് ബ്രഹ്മം, ഒന്ന് ജഗത്ത്. ഈ 2 വഴികൾ, ഇത് രണ്ടുമല്ലാതെ വേറൊരു വഴിയില്ല. ഒന്നിൽ ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ചം. ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊന്നില്ല. അപ്പോ ഇതിലേതെങ്കിലും ഒന്നിലേക്ക് പോകണം. ഭാഗവതം കഥകളൊക്കെ നോക്കൂ, കഥകളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ 2നെയും കാണിച്ചു തരും. അതിൽ പ്രത്യക്ഷമായിട്ട് ഇപ്പോൾ രുക്മിണി സ്വയംവരത്തിലൊക്കെ കുറേ കൂടി കാണിച്ചു തരും. ഒരു ഭാഗത്ത് ശിശുപാലൻ, ഒരു ഭാഗത്ത് കൃഷ്ണൻ. അല്ലെ, ശിശുപാലനെ വിഷയവാസനയുമായി ബന്ധപ്പെടുത്തി പറയണു, കൃഷ്ണൻ ഈശ്വരനാണ്. ഇതുപോലെ 2 വഴികളാണ് നമ്മൾക്കുള്ളത്. അതിൽ ഈ പ്രപഞ്ചത്തിന്റെ പിന്നാലെ പോയ സുഖം അനുഭവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് സത്യം. അപ്പൊ ഈശ്വരന്റെ പിന്നാലെയാണ്, ഈശ്വര സേവാനിരതന്മാരായിട്ട് പോകണം. അപ്പോഴേ നമുക്കും നമ്മളുടെ പ്രപഞ്ചത്തിനും ഗുണം എന്നുള്ളത് ഉണ്ടാവുള്ളൂ. ഈ വിഷയങ്ങളായി തീർന്നാൽ, കാരണം ഈശ്വര സേവാനിരതന്മാരായാൽ ധർമ്മചിന്തയുണ്ടാവും. ധർമ്മത്തിലാണ് നമ്മുടെ നിലനിൽപ്പ്. ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടി ധർമാനുഷ്ഠാനത്തെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ഈശ്വര ചിന്തയില്ലാത്തവർക്ക് ഒരിക്കലും ധർമ്മിയായി നിൽക്കാൻ സാധിക്കില്ല. അവന് താൽക്കാലികമായിട്ടുള്ള വിഷയസുഖങ്ങള്, സ്ഥാനമാനങ്ങള് മാത്രമേ വേണ്ടൂ. അവൻ അതിന്റെ അപ്പുറത്തേക്കില്ല. അപ്പോ താൻ ആഗ്രഹിക്കുന്ന സുഖങ്ങൾ അഥവാ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ എന്ത് അധർമ്മവും ചെയ്യും. അധർമ്മം കൊണ്ട് നാശമേ ഉണ്ടാവുള്ളൂ, യാതൊരു സംശയമില്ല. ലോകത്തിൽ എന്നും ധർമ്മം നിൽക്കുന്നുണ്ട്. ഈശ്വരൻ എന്തുണ്ട്? അന്ന് മാത്രമല്ല, ഈശ്വരൻ ഒന്നുണ്ട്. പക്ഷേ ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ് പാണ്ഡവരും കൗരവരും. അതിൽ പാണ്ഡവർക്ക് കൃഷ്ണനെ അറിയാൻ സാധിച്ചിരുന്നു, ദുര്യോധനനോ കൃഷ്ണനെ അറിയാൻ സാധിച്ചിരുന്നില്ല. അത് കൃഷ്ണന്റെ കുഴപ്പമല്ല, ശ്രീകൃഷ്ണ ഭഗവാന്റെ കുഴപ്പമല്ല. ഇന്നും ഉണ്ട് ഈശ്വരൻ, ഇന്നും ഉണ്ട് അവതാര പുരുഷന്മാര്. പക്ഷേ ചിലവർക്കത് അറിയാൻ പറ്റുന്നില്ല, ചിലവർക്കത് അറിയാൻ പറ്റുന്നു. അത് അറിയാൻ സാധിക്കുന്നവര് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, ആ സത്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, സത്യത്തിനെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് ധർമ്മത്തെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ആ ഒരു ധർമ്മഭാവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മളോട് ഭാഗവതം ആഹ്വാനം ചെയ്യാണ്. പരീക്ഷിത രാജാവിനതാ പറ്റിയത്. ശരീരത്തിനെ ഓർത്തു, അല്ലേ?
ബ്രഹ്മത്തിനെ മറന്ന് ജഗത്തിനെ ഓർത്തു, പ്രപഞ്ചത്തിനെ ഓർത്തു, ഈശ്വരനെ മറന്നു. പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയൊരു ഭാവമാണ് നമ്മുടെ ശരീരമൊക്കെ. ഈ ശരീരത്തിനെ ഓർത്തപ്പോഴാണ് ഒരു മഹർഷി അപമാനിക്കേണ്ടി വന്നു. തൽഫലമായിട്ട് അദ്ദേഹത്തിന് ശാപഗ്രസ്തനായി തീരേണ്ടി വന്നു. ഭാഗവതം സപ്താഹം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ആസ്വദിക്കണു. അങ്ങനെ ആസ്വദിക്കുമ്പോൾ ഈ തനുമാനസി എന്നൊരു ഭാവം പറയും. 7 മോക്ഷസിംഹാസനത്തിലേക്ക് ഈ പരീക്ഷിത് രാജാവിന് ശേഷുക ബ്രഹ്മഋഷി ഉയർത്തുകയാണ്. ആ മോക്ഷസിംഹാസനത്തിൽ ഇരിക്കണമെങ്കിൽ 7 പടികൾ തന്നെ കടന്നു പോകണം. ഓരോ ദിവസവും ഓരോ പടികളായിട്ട് കടന്നു പോകും. യോഗ പീഠകൾ 7 എണ്ണം, അത് 3 എണ്ണം കിടന്ന് 4-മത്തെ തനുമാനസി എന്നുള്ള അവസ്ഥയാണ്. ശരീരത്തിനെ പോലും മറക്കുന്ന അവസ്ഥയാണ്. അതാണ് ശേഷക ബ്രഹ്മഋഷി പറയാ, ശേഷക ബ്രഹ്മഋഷിയുടെ പരീക്ഷത്ത് പറയാ, എനിക്ക് വിശപ്പില്ല, ദാഹമില്ല. ശരീരത്തിനെ പോലും മറന്നാൽ അവന് പൂർവജന്മ വാസനകൾ അവനെ ബാധിക്കുന്നില്ല. യാഥാർത്ഥ്യത്തിനെ തിരിച്ചറിഞ്ഞാൽ. അങ്ങനെയുള്ള പരീക്ഷിത്ത് രാജാവ് കൃഷ്ണകഥകളെ കേൾക്കുന്നു. അങ്ങനെ കേൾക്കുമ്പോ ഭാഗവതം ആദ്യം പറഞ്ഞു ലക്ഷണങ്ങളെ പറയുമ്പോ ഇതില് നിരോധം എന്ന ലക്ഷണത്തെയാണ് പറയുക, അല്ലെ? ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാംഹ്യ ലക്ഷണം. 2 നിലയ്ക്ക് മഹാത്മാക്കൾ പറയണു. ഒന്ന്, ഈ മറ്റ് 9 സ്കന്ധങ്ങൾ പറഞ്ഞത് മനസ്സ് ഒന്ന് ശുദ്ധമാവാനാണ് അത്രേ. സാധാരണ മറ്റ് കഥകൾ കേൾക്കുന്ന മനോഭാവത്തിൽ ഇരിക്കുന്നവർക്ക് കൃഷ്ണകഥകളെ കേട്ടാൽ അത്രയും കൂടെ രസിച്ചോളണമെന്നില്ല, അഥവാ ഉൾക്കൊള്ളാൻ സാധിച്ചോളണമെന്നില്ല. അതിന് വേറെ ഒരു തരത്തിലെത്തണം. വേറെ ഒരു തലത്തിലെത്തിയാലേ ശ്രീകൃഷ്ണനെ ആസ്വദിക്കാനായിട്ട് സാധിക്കുള്ളൂ. 9 സ്കന്ധങ്ങളിലൂടെ പറഞ്ഞത് 10-ാം സ്കന്ധത്തിൽ നിരോധം എന്ന് പറഞ്ഞു. ചിത്തവൃത്തികളെ നിരോധിക്കുക, അനാവശ്യങ്ങളിലേക്ക് പോകുന്ന നമ്മുടെ ചിന്താധാരകളെ അതിൽ നിന്ന് നിവർത്തിച്ചാൽ മതി. നിവർത്തിച്ചാൽ അത് സ്വാഭാവികമായിട്ട് ഈശ്വരനിലേക്ക് പോയിക്കോളും. ഈശ്വരനിലേക്ക് പ്രത്യേകിച്ച് പറഞ്ഞില്ലേ, 2 വഴിയുള്ളൂ. ഒന്ന് പ്രപഞ്ചം, ഒന്ന് ഈശ്വരൻ. അപ്പൊ പ്രപഞ്ചത്തിനോടുള്ള സ്നേഹത്തെ ഇല്ലാണ്ടാക്കിയാൽ പിന്നെ ഈ മനസ്സിനെ പോകാൻ ഏതേ വഴി? ഈശ്വരൻ എന്ന ഒരു വഴിയേ ഉള്ളൂ. അപ്പൊ ഈശ്വരനിലേക്ക് എത്താൻ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. പ്രപഞ്ചത്തിലേക്ക് പോവാതിരിക്കാൻ ശ്രമിച്ചാൽ മതി. ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ ഈശ്വരനിലേക്ക് എത്താൻ പ്രപഞ്ചത്തിനോടുള്ള സ്നേഹമാണ് തടസ്സമെങ്കിൽ അതിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ചില ലീലകളാടിയതാണ് ഇവിടെ നിരോധം എന്ന ലക്ഷണത്തിൽ ഭാഗവതം നമുക്ക് പറഞ്ഞു തരാം. ഈശ്വരനിലേക്ക് എത്താൻ നമുക്ക് തടസ്സമായി നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ടെന്നും ആ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നും അതിനെ എങ്ങനെ ഇല്ലാതെയാക്കാമെന്നും ദശമസ്കന്ധത്തില് പറഞ്ഞു തരണു. ഈശ്വരനിലേക്ക് എത്താൻ തടസ്സമായിട്ട് മഹാത്മാക്കൾ പ്രധാനമായിട്ട് പറയാം, ഈ ജീവന് 3 രീതിയിലുള്ള തടസ്സങ്ങൾ. അഹങ്കാരമാണ് പ്രധാന തടസ്സം. അഹങ്കാരത്തെ 3 ആക്കി ഭാഗിച്ച് പറഞ്ഞു തരും. അതിൽ ആദ്യത്തെയാണ് രജോഗുണം, അതുപോലെ തന്നെ ശരീര അഭിമാനം, പിന്നെ ഏഷണാത്രയങ്ങൾ, അർത്ഥേഷണ, പുത്രേഷണ, ധാരേഷണ. ഈ 3 നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്ന ഘടകം. ഈ 3 ഇല്ലാതെയാക്കുന്നതാണ് പ്രധാനമായിട്ടും ദശമസ്കന്ധത്തിൽ കാണാൻ സാധിക്കാത്രേ. ഭാഗവതത്തിനെ ദശമസ്കന്ധത്തിനെ 2 ഭാഗിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ സ്കന്ധമാണല്ലേ, 90 അധ്യായങ്ങളാണ് ഈ സ്കന്ധത്തിലെ. അപ്പൊ നോക്കൂ, 2 അധ്യായം ഉണ്ടെങ്കിൽ തന്നെ പൂർവാർദ്ധം ഉത്തരാർദ്ധം എന്ന് പറയാം. പക്ഷെ ഭാഗവതത്തിലെ മറ്റൊരു സ്കന്ധത്തിലും ഈ പൂർവാർദ്ധം ഉത്തരാർദ്ധം എന്ന് വേർതിരിവില്ല. ദശമസ്കന്ധത്തിന് ഈ ഒരു വേർതിരിവ് വെച്ചു വേദവ്യാസ ഭഗവാൻ. അതെന്തിനാ? നമ്മളെ പഠിപ്പിക്കാൻ കൂടിയിട്ടാണ്. ജീവിതത്തിന് ആദ്യ പകുതി, 2-ാം പകുതി എന്നൊരവസ്ഥയുണ്ട്. ആ ജീവിതത്തില് ആദ്യ പകുതി എന്നുള്ളത് ലൗകികമായിട്ടുള്ള ജീവിതവും 2-ാമത്തെ പകുതിയാണ് ആധ്യാത്മികമായിട്ടുള്ള ജീവിതം. അപ്പൊ ഈ ലൗകിക ജീവിതത്തിനെ കടന്ന് ആധ്യാത്മികത്തിലേക്ക് എത്തുക. അപ്പൊ ലൗകിക ജീവിതത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ രജോ ഗുണത്തെയാണ് അറിയേണ്ടി വരിക, അനുഭവിക്കേണ്ടി വരിക. കാമാദികളാകുന്ന വിചാരവികാരങ്ങളാണ് ലൗകിക ജീവിതത്തിൽ ആദ്യം ഉണ്ടാവുക. രജോ ഗുണമാണ് ഇതിന് കാരണം. ആ രജോ ഗുണം എന്നുള്ളത് കംസനയോട് ചിത്രീകരിച്ചിട്ട് ഏകദേശം കംസവധത്തോടെ പൂർവാർദ്ധത്തെ ഇവിടെ നിന്ന് ഉപസംഹരിക്കും അല്ലേ, പിന്നെ ഉത്തരാർദ്ധം തുടങ്ങി. അപ്പൊ രജോ ഗുണം ഇല്ലാണ്ടായാൽ ഒരു സമാധാനം. പക്ഷേ എന്നാലും നമ്മുടെ ഉള്ളില് പ്രായമായാൽ സുഖാദികളോട് താല്പര്യമില്ലെങ്കിലും പിന്നെന്തുണ്ടാവും? ശരീരാഭിമാനവും ഏഷണാത്രയും വിട്ടുപോയില്ല അല്ലേ. ശരീരത്തിന് ചിലതൊക്കെ വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും, ഭക്ഷണം അല്ലെങ്കിൽ മറ്റു പലതും. പിന്നെ കുട്ടികളെ കുറിച്ച് ആലോചിച്ച് വൃദ്ധസ്ഥാവൽ ചിന്താസക്ത എന്നുള്ള അവസ്ഥയും വരും, ഏഷണാത്രയും വരും. അപ്പൊ അതും കൂടി ഇല്ലാണ്ടാവണം. അതും കൂടി ഇല്ലാതാകാൻ വേണ്ടിയിട്ട് ഇവിടെ 2-ാമത്തെ പകുതിയില് ശിശുപാലനെയും അതേപോലെ ജരാസന്ധനെയും അവരെ കൂടി ഭഗവാൻ
ഇല്ലാതെയാക്കുന്ന രംഗത്തോടു കൂടിയിട്ട് ഏകദേശമൊക്കെ, പിന്നെ കുറച്ച് കഥകൾ പറയുന്നില്ല എന്നല്ല, എന്നാലും പ്രധാനമായിട്ട് അതിനാണ് സ്ഥാനം കൊടുക്കുക. അപ്പൊ അതോടുകൂടി എന്താ, ആ രണ്ട് ശരീരാഭിമാനവും ഏഷണാത്രയും കൂടി മാറുമ്പോൾ ജീവന്റെ അഹങ്കാരം എന്നൊരു തടസ്സത്തിന്റെ എല്ലാ ഭാവങ്ങളും മാറി നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നു? മുക്തിയെ നേടാനാകുന്നു. അതാണ് ഏകാദശ സ്കന്ധത്തില് അവിടെ പറഞ്ഞു തരിക. അങ്ങനെ ഈ രജോ ഗുണത്തെ ജയിച്ച് ശുദ്ധ അന്ധകരണനായി ആധ്യാത്മികമായിട്ടുള്ള ജീവിതത്തിലേക്ക് പ്രവേശിച്ച് അങ്ങനെ ഒരു മഹാത്മാവുണ്ട് ഭാഗവതത്തില്. അദ്ദേഹത്തിന്റെ പേരാണ് എന്താ? യദു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ യദുവിന്റെ കുലത്തിലാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് ശ്രീകൃഷ്ണ ജനിക്കാൻ പോണത്. നോക്കൂ യദുവിന്റെ ഒരു ഭാഗ്യം. യഥോശ്ച ധർമ്മശീലസ്യ എന്നിനി ഭാഗവതം പറയും. എന്തേ യദുവിന്റെ ധർമ്മം? ധർമ്മം, മനുഷ്യന്റെ പരമധർമ്മം ഭാഗവത്തിൽ ആദ്യമേ പറഞ്ഞു. എന്താ? സവേ പുംസാം പരോധർമ്മോ യഥോ ഭക്തിരഥോക്ഷജേ. ഭഗവാനിൽ ഭക്തി ഉണ്ടാക്കലാണ് പരമധർമ്മം. ആ ഒരു പരമധർമ്മം അനുഷ്ഠിച്ച ആളാണ് ആര്? യദു. ധർമ്മോ മൽ ഭക്തി, ലാഭോ മൽ ഭക്തി, ഇതൊക്കെ ഭാഗവതം പറയുന്നു. നമുക്ക് ഏറ്റവും വലിയ നമ്മൾ അനുഷ്ഠിക്കേണ്ട ധർമ്മമാണ് ഭഗവത് ഭക്തി. അച്ഛന്റെ വാക്കനുസരിക്കാത്തവനാണെങ്കിലും ഭഗവത് ഭക്തിക്ക് വേണ്ടിയിട്ടുള്ള ജീവിതമായതുകൊണ്ട് ആ മഹാത്മാവിന്റെ വംശത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് ജനിക്കാൻ പോകുന്നത്. വർണ്ണയാമി മഹാപുണ്യം സർവപാപ വിനാശനം യഥോർവംശം നരശ്രുത്വ സർവപാപൈഹി പ്രമുച്യത്തെ. യദുവിന്റെ വംശത്തിനെ കുറിച്ച് കേട്ടാൽ തന്നെ പാപമോചനം എന്ന് പറഞ്ഞാൽ ഈ കഥകള് കേൾക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമുക്ക് ചിന്തിക്കാം. അങ്ങനെ ആദ്യം പറഞ്ഞ് ഈ ദശമസ്കന്ധത്തിന്റെ അവസാനം ഒന്നുകൂടി ഭാഗവതം ഉറപ്പിക്കും. ഇവിടെ പറയുന്നത് കൃഷ്ണന്റെ അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന്റെ കേവലം ഒരു ലീലകളായിട്ട് കാണുകയല്ല വേണ്ടത്. മർത്യസ്തയാനുസവമേധിതയാ മുകുന്ദ ശ്രീമൽ കഥാശ്രവണ കീർത്ത ചിന്തയൈതി തദ്ധാമ ദുസ്തര കൃതാന്ത ജവാപവർഗം ഗ്രാമാദ്വനം ക്ഷിതിഭുജോപി യയുഹു യഥാർത്ഥാഹ. മുകുന്ദ ശ്രീമൽ കഥാശ്രവണ കീർത്തന ചിന്തയാ ഏതി തദ്ധാമ. മുകുന്ദനായിരിക്കുന്ന, മുക്തിപ്രദനായിരിക്കുന്ന, മുക്തി എന്ന് വെച്ചാൽ മോചനം. ഈ മോചനം എന്ന് വെച്ചാൽ അനവധി ബന്ധങ്ങളാണ് നമുക്കുള്ളത്. ആ ബന്ധങ്ങൾക്ക് കാരണം ശരീരത്തിൽ ഞാനെന്നുള്ള തോന്നലാണ് എല്ലാ ബന്ധത്തിനും കാരണം. അപ്പോ തദ്വാര എന്തൊക്കെ ബന്ധബന്ധനങ്ങളുണ്ടോ അതിൽ നിന്നൊക്കെ പരിപൂർണ മോചനം. മോചനം എന്ന് വെച്ചാൽ മരിച്ചു പോകാന്നുള്ള അവസ്ഥയല്ല. മരിച്ചാൽ പിന്നെ ഒന്നും അനുഭവിക്കാനില്ലല്ലോ. ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ കർമ്മബന്ധങ്ങളൊന്നുമില്ലാതെ പ്രപഞ്ചത്തിൽ എന്ത് മാറ്റങ്ങൾ എപ്പോഴുണ്ടായാലും അതൊന്നും ബാധിക്കാത്ത രീതിയിൽ ജീവന്റെ ഭാവമായ, ആത്മാവിന്റെ ഭാവമായിട്ടുള്ള ആനന്ദത്തിൽ തന്നെ സ്ഥായിയായിട്ട് നിൽക്കാൻ സാധിക്കലാണ് മോചനം. ആ മോചനത്തിലേക്ക് എത്താൻ എന്ത് വേണം? ഭഗവാന്റെ കഥകള് ശ്രവണ കീർത്തന ചിന്തയാ തൽ ശൃണ്വൻ വിപഠൻ വിചാരണപരോ ഭക്തയാവിമുച്യന്തരഹ. ആ ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഈ കഥകൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാരണം നമ്മളെ സംബന്ധിച്ച് സംസാരത്തിനോട് താല്പര്യം കൂടും, വിഷയത്തിനോട് താല്പര്യം കൂടും, പ്രപഞ്ചത്തിലെ ഭൗതിക വസ്തുക്കളോട് താല്പര്യം കൂടും. നാം കൂടുതൽ കാണുന്നത് അതായിരിക്കും. നാം എന്നുദ്ദേശിച്ചപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെയല്ല. അപ്പൊ നമുക്കൊക്കെ ഈശ്വരനെ, കൊച്ചുകുട്ടികളൊക്കെ നോക്കൂ, പ്രേതത്തിൽ വിശ്വാസം ഉണ്ടല്ലേ? എന്താ കാരണം? കൂടുതൽ പറഞ്ഞു കേട്ടിരിക്കുന്ന പ്രേതത്തിനെ കുറിച്ചിട്ടാ. എന്നിട്ട് ഇല്ലാത്ത പ്രേതമുണ്ട് സങ്കല്പിച്ച് തന്റെ പിന്നാലെ പോകും. ഇപ്പൊ ടി വി സീരിയലുകൾ, അങ്ങ് സിനിമയൊക്കെ നോക്കൂ, ഈശ്വരനെ കുറിച്ച് പറയുന്നത് വളരെ 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 കുറച്ച്. എന്നാൽ ഈ ഇല്ലാത്ത പ്രേതം മുതലായിട്ടുള്ളവയെ കുറിച്ച് പറയുന്നത് എത്രയുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇല്ലാത്തതിനെ ഉണ്ട് 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 എന്ന് മറ്റുള്ളവർ പറയുന്ന സമയത്ത് മനഃപൂർവ്വമല്ലെങ്കിലും നാം ആ ഇല്ലായ്മയിൽ വീണു പോണു. മനഃപൂർവ്വമല്ല എന്നർത്ഥം. അപ്പോ ഉള്ളതിനെ അറിയാൻ സാധിക്കുന്നില്ല. അപ്പോ ഇല്ലാത്തതിനെ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാൻ ഉള്ളതിനെ ഉണ്ട് എന്നറിയില്ല വഴി. അപ്പൊ ഉള്ളതിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ട് പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളോടുള്ള സ്നേഹത്തെ ഇല്ലാതെയാക്കി ഈശ്വരനെ അനുഭവിക്കാൻ, അതിന് നമ്മെ പാകമാക്കുന്ന ലീലകളാണ് ഈ ദശമസ്കന്ധത്തില് ചിത്തവൃത്തി നിരോധ എന്ന രീതിയിൽ കാണിച്ചു തരിക. അവിടെ ഇത് കേൾക്കുന്ന സമയത്ത് ഭഗവാനിൽ ഒരു പ്രേമുണ്ടാവും. പ്രപഞ്ചത്തിനോട് പ്രേമുണ്ടായാൽ നമുക്ക് ബദ്ധരാകേണ്ടി വരും. പക്ഷെ ഭഗവാനോട് പ്രേമുണ്ടായാൽ അവിടെയാണ് നമുക്ക് മോചനത്തെ, മുക്തിയെ അനുഭവിക്കാനായിട്ട് സാധിക്കുക. ഇവിടെ സമാസവ്യാസവിധിന 9 സ്കന്ധങ്ങളും പറഞ്ഞു. 9-ാം സ്കന്ധത്തിന്റെ അവസാനം വളരെ ചുരുക്കത്തിൽ ശ്രീകൃഷ്ണ കഥകളെ പറഞ്ഞു.
ഇതുവരെ പരീക്ഷിത് രാജാവിനോട് പല കഥകളും പറയുമ്പോഴും പരീക്ഷത്തെ ശ്രീകൃഷ്ണനാണ് കേട്ടോ നരസിംഹമായിട്ട് വന്നത്, ശ്രീകൃഷ്ണനായിട്ടോ വരാഹമായിട്ട് വന്നത്, ശ്രീകൃഷ്ണനാണോ ഗജേന്ദ്രനെ രക്ഷിച്ചത്, ഇങ്ങനെ എല്ലാം കൃഷ്ണൻ കൃഷ്ണൻ ആദ്യമേ പറഞ്ഞു കൊടുത്തു. അവതാരങ്ങളെ പലതുണ്ടെങ്കിലും കൃഷ്ണസ്തു ഭഗവാൻ സ്വയം പരിപൂർണതമ സാക്ഷാൽ ശ്രീകൃഷ്ണോന അന്യേവഹി എന്ന ഗർഗസംഹിതയില് പരിപൂർണതമനായിട്ട് സാക്ഷാൽ ശ്രീകൃഷ്ണൻ തന്നെ എന്ന് പറഞ്ഞ് ഇവിടെ കൃഷ്ണകഥകൾ വന്നപ്പോ സമാസം വ്യാസം രണ്ട് രീതിയിലാണ്. ഒന്നായി ചുരുക്കി പറയാ, വിസ്തരിച്ച് പറയുക. അപ്പൊ ഒന്ന് ചുരുക്കി പറഞ്ഞു. ചുരുക്കി പറഞ്ഞപ്പോഴാണ് പരീക്ഷിത് രാജാവിന് തോന്നി, അല്ല തനിക്കിങ്ങനെ കേട്ടാൽ പോരാ, വിസ്തരിച്ചു തന്നെ കേൾക്കണം എന്നാണ്. കാരണം എന്താ? ഞാനെന്ന ഭാവം പോയിട്ടില്ല. വിശപ്പ് ദാഹം മുതലായിട്ടുള്ള ശരീരധർമ്മങ്ങളെ മറക്കാൻ പറ്റി, എന്നാലും ഞാനെന്ന ഭാവം ഇപ്പോഴെവിടേക്കോ കുറച്ച് ബാക്കി നിൽക്കുന്നുണ്ട്. അതും കൂടി അങ്ങോട്ട് പോകണമെങ്കിൽ അതിന് കൃഷ്ണകഥകൾ തന്നെ കേൾക്കണം. ഭാഗവത മഹാത്മ്യം ശ്രദ്ധിച്ചാൽ അറിയാം, ദശമസ്കന്ധമായാൽ തന്നെ ഭാഗവതം മുഴുവനായി എന്ന് പറയാം. ശ്രീകൃഷ്ണമാപനീതം ദശമാസ്യ പാഠാൽ എന്ന് ആത്മദേവനെ കുറിച്ച് പറയുന്നു ഭാഗവതം. ഇനി ഉപാസനാ വിധികളെ കുറിച്ച് പറയുമ്പോൾ സപ്താഹം കഴിഞ്ഞാൽ ദശമസ്കന്ധം ഹോമമായിട്ട് ശീല വിശേഷം എന്ന് പറയുന്നുണ്ട്. മറ്റ് സ്കന്ധങ്ങൾക്ക് പ്രാധാന്യം പറയുന്നില്ല. അപ്പോൾ ഭാഗവതം ദശമസ്കന്ധ ഉപാസന ചെയ്താൽ തന്നെ ഭാഗവത ഉപാസനയുടെ പരിപൂർണ ഫലത്തെ നമുക്ക് നേടാമെന്ന് പത്മപുരാണത്തിൽ ആദ്യം പറഞ്ഞു വെച്ചു. കാരണം എന്താ? ഒരു മനുഷ്യൻ എന്ത് നേടണമോ അതിനുള്ളതൊക്കെ ഈ ദശമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. മറ്റ് കഥകളെക്കാളും പ്രാധാന്യത്തോടുകൂടി ദശമസ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണേ. കഥിതോ വംശവിസ്താര, അങ്ങ് അനവധി രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞു, അതൊക്കെ ഞാൻ കേട്ടു. എന്തിനെ ഇവിടെ രാജാക്കന്മാരെ കുറിച്ച് പറഞ്ഞത്? കുറെ രാജാക്കന്മാരുടെ പേര് കേട്ടതുകൊണ്ടോ അവരുടെ വീര്യങ്ങളായിട്ടുള്ള കാര്യങ്ങളെ കേട്ടതുകൊണ്ടോ നമുക്ക് പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. പക്ഷെ എന്തിനു വേണ്ടി പറഞ്ഞു? എത്ര ആൾക്കാരുടെ കഥ പറഞ്ഞു എന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ദ്രനെ വാഹനമാക്കിയ ഒരാള്, ഒരു മനുഷ്യനാട്ടോ, ഇന്ദ്രപദവിയിലേക്ക് എത്തിയ വേറെ ഒരു മനുഷ്യൻ. ഇനി യമധർമ്മരാജാവിന് മാണ്ഡവ്യ മഹർഷിയുടെ ശാപം മൂലം അവിടെ നിന്ന് ഇങ്ങോട്ട് പോരേണ്ടി വന്നപ്പോൾ ആ യമ ലോകത്തെ ഭരിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്നൊരു മനുഷ്യൻ പോയി. അര്യമാവ് എന്നാണ്. ഒരു മനുഷ്യന് ഒരു ദേവസ്ത്രീയുടെ ഭർത്താവുമായിട്ടിരിക്കാൻ പറ്റുക എന്നാലോചിച്ച് നോക്കും. നമ്മളൊക്കെ കേൾവി മാത്രമുള്ള സ്വർഗമെന്ന ലോകത്തെ ഭരിക്കാൻ അധികാരം ഒരു മനുഷ്യന് കിട്ടിയെങ്കിൽ ഇതൊക്കെ എന്തിനു പറഞ്ഞു വെച്ചാൽ ഇല്ലാ കഥകൾ പറഞ്ഞതല്ല, ധർമാനുഷ്ഠാനത്തിന്റെ ആവശ്യകതയെ പഠിപ്പിക്കാൻ വേണ്ടിയാ. സ്വധർമാനുഷ്ഠാനത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് സാധിക്കാത്തതായിട്ട് ലോകത്തിൽ ഒന്നുമില്ല. ഇത് പറഞ്ഞു തരാനാണ്, അല്ലാണ്ട് കുറെ രാജാക്കന്മാരുടെ കഥ പറഞ്ഞിട്ട് പ്രയോജനമില്ല. ഇത് പറഞ്ഞു തന്ന് നമ്മളെ ഓരോരുത്തരെയും സ്വധർമ്മ അനുഷ്ഠാനത്തിൽ നിൽക്കാൻ ഭാഗവതം നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. നമ്മൾ നന്നായ ലോകം നന്നായി. ഇന്ന് ലോകത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അസൂയും ഇതൊക്കെയുള്ളൂല്ലേ? കാരണം ഇതൊക്കെ കുറച്ച് നമ്മുടെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ് അതൊക്കെ കുറച്ച് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെയുള്ളത് മുഴുവൻ പോയാൽ അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. അത് നമുക്ക് ആ നല്ല ഭാവത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം ധർമാനുഷ്ഠാനത്തിന്റെ പോരായ്മയാണ്, സ്വധർമാനുഷ്ഠാനത്തിന്റെ പോരായ്മ. ധർമാനുഷ്ഠാനത്തിന്റെ പല രീതിയിൽ പറയാം. അപ്പൊ എന്തായാലും ഇവിടെ ഈ ഭാഗവതം നല്ല കർമ്മങ്ങൾ ചെയ്യാൻ, ഇതുപോലെയൊക്കെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നമുക്കും നല്ല നല്ല സ്ഥാനങ്ങളിലേക്ക് എത്താൻ പറ്റുമെന്ന് ഓർമ്മിപ്പിക്കുക. എന്തേ നല്ല കർമ്മങ്ങൾ? നല്ല കർമ്മം എന്ന് പറഞ്ഞാൽ നല്ലതിലേക്കുള്ള കർമ്മം അല്ലെ, നല്ലതിലേക്ക് എത്താനുള്ള കർമ്മം. എന്നാ നല്ലത്? ഈശ്വരൻ മാത്രം അല്ലേ? അതേ ഉള്ളൂ, മറ്റൊന്നും നല്ലതല്ലല്ലോ. അസത്യം നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, സത്യമേ നല്ലതുള്ളൂ. പ്രപഞ്ചം അസത്യമാണ്, നിത്യത്വമില്ല അതിനെ. അതുകൊണ്ട് ഈ പ്രാപഞ്ചികമായിട്ടുള്ള വിഷയങ്ങൾ അതിനെ നല്ലത് എന്ന് പറയാൻ പറ്റില്ല. ഈശ്വരീയമായിട്ടുള്ള മാത്രമേ നല്ലതുള്ളൂ. ആ ഈശ്വരനിലേക്ക് എത്താനുള്ള കർമ്മങ്ങളാണ് നല്ല കർമ്മങ്ങൾ. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്താൽ ഇന്നിന്ന ഗുണങ്ങൾ ഉണ്ടാവും എന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് കർമ്മങ്ങളെല്ലാം സത്യത്തിൽ ഫലം തരിക. മറ്റുള്ളവർ ചെയ്യണു വിചാരിച്ചിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്തതിന് ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. ശ്രദ്ധാഭക്തി പവിത്രിതോപകരണേഹി, എന്ത് കർമ്മമാവട്ടെ, നാമജപമാവട്ടെ, പൂജാതി കർമ്മങ്ങളാവട്ടെ, യാഗാദികളാവട്ടെ, തപസ്സാവട്ടെ, വ്രതാനുഷ്ഠാനങ്ങളാവട്ടെ, ഇവിടെയൊക്കെ വേണ്ടത് കർമ്മത്തിന്റെ ബാഹുല്യമല്ല, കർമ്മത്തെ വളരെ വർദ്ധിപ്പിക്കലല്ല വേണ്ടത്.
അവിടെ വേണ്ടതെന്താ? മനഃശുദ്ധിയാണ്. മനഃശുദ്ധിയില്ലാതെ കർമ്മം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ സത്യത്തിൽ നമുക്ക് കർമ്മങ്ങളെല്ലാം ഫലം തരുന്നത് മനഃശുദ്ധിയാണ് നമുക്ക് ഫലം തരിക. ധ്രുവൻ ഭഗവാനെ തപസ് ചെയ്ത ആളാ അല്ലേ? ഹിരണ്യകശിപുവും തപസ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേർക്കും ഒരേ ഫലമാണോ ഉണ്ടായിക്കണേന്ന് ആലോചിച്ച് നോക്കൂ. രാവണൻ കുറേ പൂജകൾ ചെയ്തിട്ടുള്ള ആളാണ്, പൃഥുവും ഇതേപോലെ കുറേ പൂജ കഴിച്ചിട്ടുള്ള ആളാണ്. രണ്ടുപേർക്കും ഒരേ ഫലമാണോ ഉണ്ടായെന്ന് ആലോചിച്ച് നോക്കൂ. അല്ല. അപ്പൊ കർമ്മങ്ങളെല്ലാം സത്യത്തിൽ, പിന്നെ കർമ്മങ്ങൾ എന്തിനു വേണ്ടിയിട്ട് എന്നാണെങ്കിൽ മനഃശുദ്ധി നേടാനാണ് കർമ്മങ്ങൾ. ഈ മനഃശുദ്ധി നേടിയാൽ പിന്നെ അവന് കർമ്മങ്ങളുടെ ആവശ്യമില്ല. ഈ മനഃശുദ്ധി എന്നുള്ളത് എന്താ? മനഃശുദ്ധി നേടുമ്പോഴാണ് സമദർശനം സാധ്യമാകുക. പൃഥ്വിരാജാവിന്റെ കഥയിലൂടെ കാണിച്ചു തരുന്നില്ലേ? പൃഥ്വിരാജാവിന് തന്റെ യാഗം മുടക്കാൻ ശ്രമിച്ച ഇന്ദ്രനോട് ക്ഷമിക്കാൻ പറ്റി. പൃഥ്വിരാജാവിന്റെ ആ മനസ്സിന്റെ നല്ല മനസ്സിന് മുമ്പിലാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പൊ ഭഗവാനെ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും യാതൊരു കാര്യമില്ല. കുറെ പുഷ്പാഞ്ജലി കഴിച്ചതുകൊണ്ടോ യാഗം ചെയ്തതുകൊണ്ടോ ഒന്നും ഭഗവാൻ വന്നോളണം എന്നില്ല. ആ കർമ്മങ്ങൾ വേണ്ട എന്നല്ല, ആ കർമ്മങ്ങളിലൂടെ കർമ്മേശ്വരനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് നിരന്തരം സ്മരണ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ശുദ്ധമാകുമ്പോൾ അവിടെ ഭഗവാനെ കാണാൻ പറ്റുന്നു. അപ്പോ കർമ്മങ്ങളെക്കാളും പ്രാധാന്യം ചെയ്യുന്ന മനോഭാവത്തിനാണ്. ഭാഗവതം പറയാണ്, നല്ല മനസ്സോടുകൂടിയിട്ട് നല്ല കർമ്മങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈശ്വരപ്രേമത്തോടുകൂടി ഈശ്വരനെ നേടാൻ വേണ്ടിയിട്ടുള്ള ധർമാനുഷ്ഠാനം നാം ചെയ്യുക. എന്നാൽ നമുക്ക് അപ്രാപ്യമായിട്ട് ഒന്നുമേ ഇല്ല എന്ന് ഭാഗവതം പറയാണ്. എന്തായാലും ഇവിടെ ആ കഥകളെ പറഞ്ഞു തരണേ. ഭഗവാന്റെ കഥകൾ അത് കേൾക്കുന്ന സമയത്ത് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ആ സംശയങ്ങളെയും തീർത്തു തരണേ എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഭഗവാന്റെ കഥകളെ സംബന്ധിച്ച് എല്ലാവർക്കും ഒരുപോലെ പ്രാധാന്യമുള്ള നിവൃത്തദർശൈഹി ഉപഗീയമാനാൽ ഭവൌഷധാൽ ശ്രോത്രമനോഭിരാമാൽ ഉത്തമശ്ലോക ഗുണാനുവാദാൽ പുമാൻ വിരജ്യീത വിതാപശുഖ്നാൽ. ഈ ലോകത്തില് പ്രവൃത്തി നിവൃത്തി രണ്ട് രീതിയിലുള്ള ധർമ്മങ്ങളുണ്ട് അല്ലേ? അതിൽ നിവൃത്തിധർമ്മത്തെയാണ് നാം സ്വീകരിക്കേണ്ടത്. ഈ പ്രവൃത്തിധർമ്മം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ചില സുഖങ്ങൾ മോഹിക്കുക, ഇതിന് ശേഷം എന്തുണ്ട് എന്ന് ചിന്തിക്കണില്ല. അപ്പോ കേവല സുഖങ്ങളുടെ പിന്നാലെ പോകുന്ന സമയത്ത് അതിലൂടെ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്ന അനവധി പാപാദികൾ, ഇതുമൂലം വീഴേണ്ടി വരുന്ന നരകം, പിന്നീട് ഈ കർമ്മത്തിന്റെ ഫലമായിട്ട് വീണ്ടും ജനിക്കുക, ഇങ്ങനെ പുനരപി ജനനം പുനരപി മരണം എന്നുള്ളൊരവസ്ഥ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക. അതല്ല വേണ്ടത്. ഇതിനു മുമ്പ് ജന്മം ഉണ്ടായിരുന്നു. ആ ജന്മത്തിലെ ചില കർമ്മങ്ങളാണ് ഇന്ന് ചിലതിലേക്ക് നമ്മളെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത് മോചനമാണ്. അപ്പൊ ആ മോചനത്തിന് വേണ്ടിയിട്ട് നിവൃത്തിധർമ്മത്തെ ഉപാസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ധർമ്മത്തിലൂടെ ചരിക്കുന്ന ആളുകൾക്ക് പോലും ഭഗവാനെ ഉപേക്ഷിക്കാൻ വയ്യ, ശ്രീകൃഷ്ണനെ ഉപേക്ഷിക്കാൻ വയ്യ. അത് ശ്രീശുഖ ബ്രഹ്മഋഷി നോക്കൂ, ശ്രീനാരദ മഹർഷി നോക്കൂ, ശ്രീ മഹാദേവനെ നോക്കൂ. നാരദ മഹർഷി അദ്ദേഹം ഭക്തനായതെങ്ങനെയാ? മഹാദേവന്റെ ഉപദേശപ്രകാര തപസ് ചെയ്യാൻ പോയാലാണ്. അദ്ദേഹത്തിനോടാണ് തപസ് വേണ്ട, ശങ്കരം ജ്ഞാനസിന്ധുവായിട്ടുള്ള ശങ്കരനെ ശരണം പ്രാപിക്കൂ. ആ ശങ്കരൻ നിനക്ക് വേണ്ടതായിട്ടുള്ള ജ്ഞാനത്തെ ഉപദേശിച്ചതെന്ന് പറയപ്പോഴാണ് അശരീരി കേട്ടു. ബ്രഹ്മാവാണ് പറഞ്ഞു കൊടുത്തതും, നേരിട്ടല്ല എന്ന് മാത്രം. അങ്ങനെ മഹാദേവന്റെ അടുത്ത് പോയിട്ടാണ് നാരദ മഹർഷി കൃഷ്ണനെ കുറിച്ചുള്ള ഭക്തിയെ, അദ്ദേഹം കൃഷ്ണനെ കുറിച്ചുള്ള അറിവും കൃഷ്ണഭക്തിയും നേടിയത്. അപ്പൊ നോക്കൂ, മഹാദേവൻ വൈരാഗ്യത്തിന്റെ മൂർത്തിയാണ്. പ്രപഞ്ചത്തിലെ ഒന്നിനോടും ബന്ധമില്ലാത്ത ഒരാളാണ് മഹാദേവൻ. അദ്ദേഹം ഈ തപസ്സിലൂടെയാണ് ഈ ഭാവത്തിലേക്ക് എത്തിയത്. ആ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ഇതേ ഭാവത്തിലെത്താൻ സാധിച്ച നാരദ മഹർഷി ജന്മനാ തന്നെ ഈ ബ്രഹ്മത്തിനെ കുറിച്ചുള്ള അറിവുണ്ടായ ശ്രീശുഖ ബ്രഹ്മഋഷി. ഇവരൊക്കെ നോക്കൂ, ഇത്തം നിർഗന്ധാപി ഉരുക്രമേ ഇത്തം എന്നാണ് ഭാഗവത ആദ്യം പറയും. നിർഗ്രന്ഥികളാണെങ്കിലും ഭഗവാനിൽ അവർക്കൊരു പ്രേമം ഉണ്ടാവും അത്രേ. എത്രയോ മഹാത്മാക്കൾ നോക്കൂ, സന്യാസധർമ്മത്തെ അനുഷ്ഠിക്കുന്ന എത്രയോ ആളുകൾ പോലും ദാ അവിടെ വന്നിരിക്കുന്നു. കാരണം അവർക്ക് നമ്മളൊക്കെ ഭഗവാനെ സേവിക്കുമ്പോൾ എന്തിനാ? നമ്മളൊക്കെ എന്തെങ്കിലും ഭഗവാന്റെ അടുത്ത് നിങ്ങട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഭഗവാനെ സേവിക്കുന്നത്. അപ്പോ ഈ സന്യാസിവര്യന്മാരെന്തിനാ ഭഗവാനെ സേവിക്കണമെന്ന് ചോദിച്ചാൽ അവരോടൊന്നേ പറയാനുള്ളൂ, ഈ ശ്രീശുഖ ബ്രഹ്മഋഷി ഭഗവാന്റെ കഥ പാടിയെടുക്കണില്ലേ. സ്വന്തം ശരീരത്തിനെ പോലും മോഹമില്ലാത്ത ആളാ, നിർഗ്രന്ഥിയാണ് അദ്ദേഹം. എന്നാലും ഭഗവാനിൽ ഒരു പ്രേമം ഉണ്ടാവുക. അതെന്താ? ശരിക്ക് അതല്ലേ വേണ്ടത്? അഹൈതുകയായിട്ടുള്ള പ്രേമം.
അതാണ് നമ്മുടെ ധർമ്മേ. ഭഗവാനെ ഭക്തിയോടുകൂടി ഭജിക്കുക എന്ന് മാത്രമല്ല, അത് കാരണം കൂടാതെ ഭഗവാനെ, എന്തിനെ ഭഗവാനെ ഭജിക്കണമെന്ന് ചോദിച്ചാൽ അതും അറിയില്ല എന്ന് പറയാൻ സാധിക്കണം. അങ്ങനെ ഒരു കാരണവുമില്ലാതെ ഈശ്വര കഥകളെ കേൾക്കുക, പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ഒരു കാര്യത്തിനും വേണ്ടിയല്ലാതെ ഈശ്വരനെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുക. അതാണ് യഥാർത്ഥമായിട്ടുള്ള ഭാവം. അങ്ങനെ ശേഷുക ബ്രഹ്മഋഷി നിവൃത്തതർഷൈരുപഗീയമാനാൽ ഭവൗഷധാൽ ശ്രോത്രമനോഭിരാമാൽ. ഇനി നമ്മളെപ്പോലെ എന്നുവെച്ചാൽ സംസാരികളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. എന്നുവെച്ചാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്നുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലാവും നമ്മുടെ ശക്തി കൊണ്ട് മാത്രം ലോകത്തിലൊന്നും ആവില്ല. അപ്പോഴാണ് ഭഗവാനെ സേവിക്കുക. വിഷയികളായിട്ടുള്ള ആളുകൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഭഗവാനെ ഉപേക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഇനി മുമുക്ഷുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കും അതെ, ഇതിൻ്റെയൊക്കെ പിന്നാലെ പോയാൽ വീണ്ടും വീണ്ടും ഈ കഷ്ടപ്പാടേ ഉണ്ടാവുള്ളൂ. ഒരു മോചനം വേണമെന്നുണ്ട്. ഈ മോചനത്തിന് എന്താ വഴി എന്നറിയില്ല. അങ്ങനെ ആ ഒരു വഴി അന്വേഷിച്ച് അത് ഭഗവത്പാദ ഭജനം തന്നെയാണ് ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കി അങ്ങനെയും ഭഗവാനെ സേവിക്കുന്ന ആൾക്കാർ. അപ്പൊ നോക്കൂ, ഏത് തരക്കാരായാലും അവരുടെ മനസ്സൊക്കെ എവിടേക്ക് പോണു? കാന്തം കാന്തി നിധാനതോപി എന്ന് പറയും ഇല്ലേ? ലോകകാന്തനായിരിക്കുന്ന ഭഗവാൻ, കാന്തം എല്ലാത്തിനെയും ആകർഷിക്കുന്നത് പോലെ ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ പ്രപഞ്ചത്തിനെ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സാധാരണ ഇരുമ്പിനൊക്കെ കാന്തം ആകർഷിക്കുമെങ്കിലും തുരുമ്പ് പിടിച്ച ഇരുമ്പിന് അത്ര ആകർഷണം ഉണ്ടാവില്ല. പശുധന്മാർക്ക് പറ്റില്ല എന്നർത്ഥം ഭഗവാന്റെ കഥ. ഖനന്തി പശുവിനെ കൊല്ലുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ദ്രോഹിക്കുന്നവർക്ക്, മനസാ വാചാ കർമ്മണ മറ്റുള്ളവർക്ക് ദ്രോഹം മാത്രം ചെയ്യുന്നവർക്ക് ഈ ഭഗവാന്റെ കഥകൾ ഇഷ്ടപ്പെടില്ല. ബാക്കി അപ്പോൾ മനുഷ്യത്വമുള്ളവർക്കൊക്കെ ഒരേപോലെ ഭഗവാന്റെ കഥകൾ ഇഷ്ടമാണ്. ആ ഭഗവാന്റെ കഥകളെ എനിക്ക് പറഞ്ഞു തരണേ എന്നാണ്. അത് ഭവൌഷധം, നമ്മെ സംബന്ധിച്ച് ഔഷധമാണ് ഭാഗവതം. ഭവരോഗമാണ്. ഇപ്പോൾ ഔഷധമൊക്കെ കഴിച്ചാൽ എന്താ, രോഗം മാറലാണ്, രോഗം വിട്ടുപോകുന്നില്ല. ഭാഗവതം എന്ന ഈ ഔഷധം സേവിച്ചാലോ ആദ്യമേ അനുസ്മരിച്ചു താപത്രയ ഉന്മൂലനം. ആധ്യാത്മികാദികളാകുന്ന 3 താപങ്ങളെയും വേരോടുകൂടി പിഴുതെടുത്ത് ദൂരേക്ക് എറിഞ്ഞു കളയുന്ന ഒന്നാണ് ഭാഗവതം. പിന്നീട് അതിനെ പേടിക്കേണ്ട ആവശ്യമില്ല. വെട്ടിക്കളഞ്ഞാൽ വീണ്ടും കിളിർത്ത് വരും. ഇത് വേരോടെ പിഴുതെടുത്ത് ദൂരേക്ക് കളഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്രകാരം നമ്മെ ശുദ്ധീകരിക്കുന്ന ആ കൃഷ്ണകഥകളെ വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് പരീക്ഷിത്ത് ആവശ്യപ്പെടുന്നു. തന്റെ അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് രക്ഷിച്ച കൃഷ്ണന്റെ കഥകളെ പറഞ്ഞു തരണേ. തന്റെ പിതാമഹന്മാരെ രക്ഷിച്ച, അവരെ വേണ്ടതുപോലെ നയിച്ച കൃഷ്ണകഥകളെ പറഞ്ഞു തരണേ എന്നൊക്കെ പരീക്ഷിത്ത രാജാവ് ആവശ്യപ്പെടുമ്പോഴാണ് പരീക്ഷത്തിനെ വിസ്തരിച്ച കഥ പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മളൊക്കെ സംശയിക്കും, പരീക്ഷിത്ത രാജാവിന്റെ പിതാമഹന്മാരെ ഭഗവാൻ രക്ഷിച്ചതുകൊണ്ടും പരീക്ഷിത്ത രാജാവിനെ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് അവിടെ വന്ന് രക്ഷിച്ചതുകൊണ്ടും പരീക്ഷത്തിന് കൃഷ്ണനുമായിട്ടൊരു അടുപ്പമുണ്ട്. അതുകൊണ്ടല്ലേ പരീക്ഷത്തിന് കൃഷ്ണകഥകൾ കേൾക്കാൻ താല്പര്യം. ഞാൻ എന്തിന് കേൾക്കണം എന്നാണെങ്കിൽ പരീക്ഷിത്ത രാജാവ് തന്നെ പറയുന്നു, നമുക്കും ഭഗവാനുമായി ബന്ധമുണ്ട്. അതെങ്ങനെ? അന്തഃബഹി പൂരുഷകാലരൂപൈഹി. എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലും പുറമേയും ഭഗവാൻ അന്തഃപുരുഷരൂപേണ കാലരൂപേണയോ ബഹി. ജീവൻ എന്ന ഭാവത്തിലും അത് അറിയുന്നവർക്ക്, ഈശ്വരനെ ഉപാസിക്കുന്നവർക്ക് ഇതെല്ലാം ഈശ്വരനാണ് എന്ന അറിവായിട്ടും, അങ്ങനെ അറിയാത്തവർക്ക് മൃത്യുരൂപനായിട്ടും കാലസ്വരൂപനായിട്ട് പുറമേയും വർത്തിക്കുന്ന ആളാരാ? സാക്ഷാൽ ഭഗവാനാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പമായിട്ടുള്ള കാര്യം എന്താ? ഈ ബ്രഹ്മവിദ്യ നേടല അല്ലേ? ഇത്ര എളുപ്പം വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചു? എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ചു നോക്കൂ. ഇല്ല. ഈശ്വരനെ നേടണമെങ്കിൽ ഒരു സ്ഥലത്തൊക്കെ എഴുന്നേറ്റ് പോകേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ഉള്ളിലുണ്ട്, പുറമേ ഉണ്ട്. അപ്പോൾ നേടേണ്ട ആവശ്യമില്ല, ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവ വേണ്ടു. പക്ഷേ അതിനുവേണ്ടി ശ്രമിക്കാതെ ഇതന്യൽ തന്വാ വാചാ ധിയാവാ ഭജതി ബദജന ക്ഷുദ്രതൈവ സ്ഫുടേയം. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പോ ഇവിടെ ഇത് ഭാഗവതം പറയാണ്, കേവലം പരീക്ഷത്തിന് മാത്രമല്ല. ഇനി അഥവാ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും പരീക്ഷിത്തുക്കളാണ്. എത്രയോ പരീക്ഷണങ്ങളെ നേരിട്ടവരാണ്, നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ്, ഇനി നേരിടേണ്ടവരാണ്. നമ്മുടെ പ്രശ്നം നമ്മൾ പരീക്ഷിത്താണ്, പക്ഷെ വിഷ്ണുരാധനാണെന്നൊരു തോന്നലുണ്ടാവണില്ല. എന്റെ കഴിവ് കൊണ്ട് ഞാൻ എന്തൊക്കെയോ നേടിയെന്നാ തോന്നലേ. അല്ല, ഈശ്വരനാൽ
രക്ഷിക്കപ്പെട്ടവനാണ് താൻ എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഇല്ലാതെ വരുമ്പോഴാണ് വീണ്ടും വീണ്ടും പരീക്ഷണങ്ങളെ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ അനവധി ജന്മങ്ങളെ കഴിഞ്ഞു ഇതാപ്പോൾ വീണ്ടും ഇവിടെ എത്തി. അതുകൊണ്ട് ഇനി പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരാത്ത ഒരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ അവിടെ വിഷ്ണുരാധന്മാരാണ് നമ്മൾ ഓരോരുത്തരും. എന്നെ ഇവിടേക്ക് എത്തിച്ചതും എന്നെ കൊണ്ട് ഈ വാക്കുകൾ പറയിപ്പിക്കുന്നതും എന്നെ കൊണ്ട് കേൾപ്പിക്കുന്നതും ഇതെല്ലാം ഈശ്വരൻ തന്നെയാണ്. ബ്രഹ്മാവ് കണ്ട പോലെ സർവം വിഷ്ണുമയം, എല്ലാം ഈശ്വരൻ തന്നെ, അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല എന്ന ഒരു ഭാവത്തിലേക്ക് എത്താനായിട്ട് സാധിക്കണം. അപ്പോൾ പരീക്ഷത്തിന് ആ മോഹമുണ്ടായതുപോലെ നമുക്കും ആ ഒരു മോഹമുണ്ടാവണം. ഇങ്ങനെ കൃഷ്ണകഥകളെ വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് ആവശ്യപ്പെട്ട് ചില സംശയങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് കലികൽമഷഘ്നം കൃഷ്ണചരിതം വ്യാഹർത്തും ആരഭത. കലികൽമഷഘ്നമായിട്ടുള്ള ഭാഗവതത്തെ പറയാൻ ആരംഭിച്ചു എന്നാണ്. കാമാദികളാകുന്ന ചില വിചാരങ്ങളൊക്കെ നമ്മളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെയുള്ള എല്ലാ വിചാരങ്ങളെയും ഇല്ലാതെയാക്കുന്ന, നമ്മളെ ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അത് പുറമെയല്ല നമ്മുടെ ഉള്ളിലാണ്. അങ്ങനെ നമുക്ക് ഈശ്വരനിലേക്ക് എത്താൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും ഇല്ലാതെയാക്കുന്ന ഭഗവത് കഥ പറഞ്ഞു തരണേ. ആ ഭഗവത് കഥയാണ് ഇവിടെ പറഞ്ഞു കൊടുക്കാൻ പോണത്. കാരണം ഈശ്വര ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെച്ചാൽ, ജീവചിന്ത ഉണ്ടെച്ചാൽ പേടിക്കാനില്ല. എപ്പോഴേ കലിയുടെ കാലഘട്ടം, ശ്രീകൃഷ്ണ സുധാമ ഗമനശേഷം എത്ര കാലം വരെ? ഇനി കൽക്കിയുടെ വരവ് വരെ. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഭഗവാൻ അവതാരസ്വരൂപിയായിട്ട് ഇവിടെ ഇല്ലാത്ത കാലഘട്ടത്തിലാണ് എന്ത്? കലി. എന്നുവെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഈശ്വര ചിന്ത ഇല്ലാതിരിക്കുമ്പോൾ അവിടെ കലി കയറിയിരിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഒരു ദിവസം 24 മണിക്കൂർ കിട്ടിയാൽ എത്ര സമയം നമുക്ക് ഈ ചിന്ത ഉണ്ടാവുന്നുണ്ട്? ആലോചിച്ച് നോക്കൂ. പരീക്ഷിത് രാജാവിന് ഒരു നിമിഷ നേരത്തേക്ക് കൃഷ്ണനെ മറന്നപ്പോഴാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യേണ്ടി വന്നു. അദ്ദേഹം ഭഗവത് ഭക്തനായതുകൊണ്ട് താൻ ചെയ്ത തെറ്റ് എന്ത് എന്നറിയാനും അതിന് തനിക്ക് ഏൽക്കേണ്ടി വരുന്ന ശിക്ഷ എന്ത് എന്ന് തിരിച്ചറിയാനും പരീക്ഷത്തിനെ സംബന്ധിച്ച് പറ്റി. വിഷ്ണുരാധനായതുകൊണ്ട് പറ്റി. നമുക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ കിട്ടുന്നു, എത്ര സമയം ഈ ജീവ ചിന്ത, ബ്രഹ്മത്തിനെ കുറിച്ച്, ഈശ്വരനെ കുറിച്ച് ചിന്തയുണ്ട്, എത്ര നിമിഷം ശരീരത്തിനെ കുറിച്ചുള്ള ചിന്തയാണെന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ ഈ ശരീരത്തിനെ കുറിച്ചുള്ള ആ ചിന്തയോടുകൂടി നാം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഈ പരീക്ഷത്തിന് ഈ ശാപം വരുത്തി കൊടുത്തു വെച്ചതുപോലെ നമുക്കും അനവധി ദുഃഖങ്ങൾ മാത്രമാണ് വരുത്തുന്നത്. നമുക്ക് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെ ദീനന്മാരാണ്. അത് എന്താണ് നമ്മുടെ തെറ്റ് എന്നും അതിന്റെ ശിക്ഷ എന്താണ് എന്ന് പോലും തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്നില്ല എന്നർത്ഥം. പരീക്ഷത്തിനെ തിരിച്ചറിയാൻ പറ്റിയത് കൊണ്ട് ഒരു പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റി. നമ്മെ സംബന്ധിച്ച് അത് എന്ത് എന്ന് പോലും അറിയാൻ സാധിക്കാത്ത അതിദീനന്മാരാണ് നമ്മൾ. ഈ സത്യമാണ് അറിയേണ്ടതേ. സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ട്, സ്ഥാനമാനം കൊണ്ട് കേവനാണ് എന്ന് നടിക്കുമ്പോഴാ പ്രശ്നം. ഒന്നുമില്ല. ഇത് ഓരോന്ന് കൂടും തോറും ദീനത്വമാണ് കൂടുതൽ വരിക. ഇതില്ലാത്തവന് യാതൊരു പ്രശ്നമില്ല. ഓരോന്ന് കയ്യിലുണ്ടാവും തോറുമാണ് ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വരിക. അപ്പൊ അതുകൊണ്ട് ഈശ്വര ചിന്ത എന്തായിരുന്നു? അവിടെ നമുക്കും പരീക്ഷത്തിനെ പോലെ മരണം വരും. പരീക്ഷത്തിന് 7 ദിവസം ആയുസുണ്ടെന്ന് മനസ്സിലായി. എങ്ങനെയാ മരണം എന്നും. പക്ഷെ നമുക്ക് സർപ്പ ചൗര്യാഗ്നി വിദ്യുദ്ഭ്യ ക്ഷുത്രഡ് വ്യാധ്യാദിഭി പഞ്ചത്വം നീ പറഞ്ഞു തരും. ഈ പഞ്ചത്വം എന്നുള്ളത് എങ്ങനെയാ വരിക, നമുക്ക് എന്നാണ് എങ്ങനെയാണെന്നുള്ളത് മാത്രം അറിയില്ല. അത് മുൻകൂട്ടി അറിയാൻ പറ്റിയ രക്ഷപ്പെട്ടേനെ. പഞ്ചത്വം മരണം. പരീക്ഷത്തിനെ സംബന്ധിച്ച് തക്ഷകം കടിച്ചിട്ടാണ്, നമുക്കിപ്പോ വണ്ടി ഇടിച്ചിട്ടാണോ, തീയിൽ പെട്ടിട്ടാണോ, എങ്ങനെയാണ് ഇപ്പൊ വെള്ളം പൊങ്ങിയിട്ടാണോ, ഒന്നും നമ്മളെ കൊണ്ട് പറയാൻ സാധിക്കില്ല. എന്താണ്, എപ്പോഴാണ്, എങ്ങനെയാണെന്ന് അറിയില്ല. പരീക്ഷത്തിനത് അറിയാൻ പറ്റി. അപ്പൊ നമ്മള് എന്താണ്, എന്റെ മരണം എങ്ങനെയാണ് എന്നറിയാൻ ശ്രമിക്കല്ല വേണ്ടത്. ആ മരണമില്ലാത്ത ഒരാളാണ് ഞാൻ എന്ന അറിവിലേക്ക് എത്താൻ. നോക്കൂ ഭഗവാന്റെ ഒരു കാരുണ്യം. പരീക്ഷിത് രാജാവിന് ആ അദ്ദേഹത്തിനോട് നമ്മളെ കൂടി ആ ഒരു ഭാവത്തിലേക്ക് ഭഗവാൻ എത്തിക്കുകയാണ്. എന്തായാലും ഇവിടെ നമ്മൾ ചിന്തിക്കൂ പറയണു ഭാഗവതം. ബ്രഹ്മം വേണോ, ജഗത്ത് വേണോ, പരമാനന്ദം വേണോ, അതോ നൈമിഷികമായിട്ടുള്ള സുഖം വേണോ, ആനന്ദം വേണോ, ആമയ നിരയങ്ങൾ വേണോ? ഇതൊക്കെ സ്വയം ചിന്തിക്കുക. ഇതൊക്കെ ചിന്തിച്ച് ആനന്ദമാണ് വേണ്ടത് എങ്കിൽ
അത് ഈശ്വരനെ കുറിച്ചുള്ള ചിന്തയിലേക്ക് മാത്രം എത്തുക. അപ്പൊ നമുക്കൊക്കെ പലപ്പോഴും ദുഃഖം വരുന്ന ആൾക്കാരാണ്. ഈ ദുഃഖത്തിന് കാരണം എന്താ? ഇപ്പൊ കൃഷ്ണൻ ഇല്ലാതിരിക്കുമ്പോഴാണ് കലി എന്ന് പറഞ്ഞില്ലേ, എന്ന് പറഞ്ഞ പോലെ ദുഃഖത്തിന് കാരണം എന്താ? എപ്പോഴാ ദുഃഖം? ആനന്ദം ഇല്ലാതിരിക്കുമ്പോഴാണ് ദുഃഖം അല്ലേ? ആനന്ദം ഇല്ലാതിരിക്കണു. അപ്പോ നമ്മളിവിടെ ഫാൻ ഇട്ടിരിക്കുന്നു. എന്തിനാ ഫാൻ ഇട്ടിരിക്കണതാ? കാറ്റ് കിട്ടാൻ അല്ലേ? ഈ കാറ്റ് കിട്ടാൻ വേണ്ടി ഫാൻ ഇട്ടു. എന്നിട്ട് ഈ ഫാനിന്റെ അടുത്ത് ദൂരേക്ക് പോകും തോറും എന്തുണ്ടാവും? കാറ്റ് കുറയും, ചൂട് കയറി പിടിക്കും അല്ലേ? അനവധി ലൈറ്റ് ഇട്ടു. എന്നിട്ട് പ്രകാശം കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതിനടുത്തേക്ക് വരണം അല്ലേ? ഇതിനെ വിട്ട് ദൂരേക്ക് പോകും തോറും എന്തുണ്ടാവും? ഇരുട്ടാണ് പിടിക്കുക. ആനന്ദോ ബ്രഹ്മേതി വിജാനാൽ. ആനന്ദം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ ഭാവമാണ്. ഈ ബ്രഹ്മത്തിനെ അഥവാ ഈശ്വരനെ മറന്ന് അഥവാ ഈശ്വരനെ വിട്ട് ദൂരേക്ക് പോകും തോറുമാണ് നമുക്ക് ഈ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ കഷ്ടപ്പെടാതിരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെയൊക്കെ മനസ്സിനെ തന്നെ ഭഗവാനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏകകാര്യാർത്ഥമാഗത്യ കോടികാര്യം ചകാരഹ എന്ന ഗർഗസംഹിതയിൽ പറയും. ഭൂമിയുടെ ഭാരം തീർക്കാൻ വന്നിട്ട് കോടിക്കണക്കിന് കാര്യങ്ങളാണ് ഭഗവാൻ ഇവിടെ ആടിത്തീർത്തത്. അങ്ങനെയുള്ള ആ കൃഷ്ണകഥകളെ അത് 3 രീതിയിലും പറഞ്ഞു. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖങ്ങളൊക്കെ ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം അല്ലേ? ഈ 3 രീതിയിൽ മാത്രമാണ്. ഇതല്ലാതെ 4ാമത് ഒരു ദുഃഖമില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ചോദിച്ചാൽ ഓരോരുത്തർക്കും ഓരോ പ്രശ്നം ഉണ്ടാവും. സാമ്പത്തിക പ്രശ്നം അനുഭവിക്കുന്നവരുണ്ടാവും, സന്താന വിഷയം അനുഭവിക്കുന്നവരുണ്ടാവും, ശാരീരികമായിട്ടുള്ള അവിടെ വേദന, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. ഒരു പ്രശ്നമില്ലാത്തവരും ഉണ്ടാവും തോന്നുന്നില്ല അവിടെ. അപ്പോൾ ഏത് പ്രശ്നങ്ങൾ ആർക്കുണ്ടെങ്കിലും ആധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം ഈ 3 വിഭാഗത്തിൽ പെടുന്നു. ഇതല്ലാതെ 4ാമത് ഒന്നില്ല. അപ്പൊ ഈ 3 രീതിയിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഈ 3 രീതിയിലുള്ള ലീലകളും ശ്രീകൃഷ്ണ അവതാരത്തിൽ ഇതര അവതാരങ്ങളെ അപേക്ഷിച്ച് കാണാനായിട്ട് സാധിക്കുന്നതാണത്രേ. അതെങ്ങനെ? ആധ്യാത്മികം എങ്ങനെയാ? അന്തര്യാമിത്വം, അതാണ് ആധ്യാത്മികമായിട്ടുള്ള ലീലകൾ. അത് രാസലീലയിൽ പറയില്ലേ, ഗോപീനാം തൽപദീനാം ച സർവേഷാമേവ ദേഹിനാം യോ അന്തശ്ചരിതസോ അധ്യക്ഷ. അത് പ്രത്യക്ഷമായിട്ടവിടെ എടുത്തു പറയും. അതിനു മുമ്പ് പല രീതിയിലും പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ ഭഗവാന്റെ അന്തര്യാമിത്വം എന്നുള്ളത് ഈ കൃഷ്ണലീലകളിലൂടെ മനസ്സിലാക്കി തരും. അതുപോലെ തന്നെ ആദി ദൈവികമായിട്ടുള്ള ചില ലീലകൾ അതെങ്ങനെയാ? അതാണ് സാധാരണ മനുഷ്യനിൽ നിന്നും വിട്ട ലേശം ശക്തിയൊക്കെ കാണിക്കുക. പരീക്ഷിത് രാജാവിനെ അദ്ദേഹത്തിന്റെ അമ്മയുടെ ഉദരത്തിൽ കയറി ഭഗവാൻ രക്ഷിച്ചില്ലേ? ഇത് ഗോപികന്മാരെ നമുക്ക് ഇനി പറഞ്ഞു തരും. എന്താ? വിഷജലാപയാദ് വ്യാളരാക്ഷസാദ് വരുഷമാരുദാദ് വൈദ്യുതാനലാൽ എന്നൊക്കെ ഗോപികമാരുടെ ഗോപികാഗീതത്തിൽ പറയും. കൃഷ്ണ ഒരു പാമ്പിന്റെ അടുത്ത് രക്ഷപ്പെടുത്തി, ഒരു കാട്ടുതീയെ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ നാം നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടായ അനുഭവങ്ങളാണ്. അതിൽ നിന്നൊക്കെ നമ്മൾ വിചാരിച്ചാലൊന്നും പുറത്തേക്ക് വരാൻ പറ്റില്ലായിരുന്നു. നമ്മെ ഇവിടെ പുറത്തേക്ക് എത്തിച്ചത്, ആ ക്ലേശങ്ങളിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിച്ച് ഇവിടെ എത്തിച്ചത് ഭഗവാനാണ്. അത് ആദി ദൈവികമായിട്ടുള്ള ലീലകളാണ്. പിന്നെ ഭൗതികമായിട്ടുള്ള ലീലകൾ എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ? പാണ്ഡവര് മുതലായിട്ടുള്ള ചില അനവധി ആൾക്കാർക്ക്, തന്നെ ആശ്രയിച്ച അനവധി ആൾക്കാർക്ക് അവരുടെ മുമ്പിൽ എന്തൊക്കെ തടസ്സങ്ങളുണ്ടായോ ആ തടസ്സങ്ങളെയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് അവർ എന്ത് ആകണമെന്ന് ആഗ്രഹിച്ചുവോ അതാക്കി തീർത്തു അവര്. അപ്പൊ നമുക്കതേ വേണ്ടു. നമുക്ക് എന്ത് ആകണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ, പല തരക്കാരാണ്, പല ആഗ്രഹം ഉള്ള ആൾക്കാരാണ് ഇവിടെ. അത് എന്തുമാവട്ടെ, എന്ത് നേടണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ അത് നേടാൻ, അതായി തീരാൻ നമുക്ക് സ്വാഭാവികമായിട്ട് ശക്തി ഉണ്ടാവില്ല. പക്ഷെ ശരണം പ്രാപിച്ചാലോ ഭഗവാനെ ആശ്രയിച്ചാലോ ശക്തിയില്ലാത്ത നമ്മളെ ഭഗവാൻ എടുത്തങ്ങോട്ട് കൊണ്ടുപോയി ആ ഒരു ഭാവത്തിലേക്ക്. അപ്പൊ നോക്കൂ, നമ്മളെ സംബന്ധിച്ച് ഒരേ ഒരു കാര്യം വേണ്ടു, എന്താ? ആഗ്രഹിക്കുക. ആ ഈശ്വര സാക്ഷാത്കാരം എന്നതിനെ കൊതിച്ചാൽ തന്നെ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഈ തോന്നലുണ്ടാവുക. ഇയാൾ കരോഷിക ദഷ്ണാസി എന്ന ഭഗവത്ഗീതയിൽ പറഞ്ഞില്ലേ, എന്ത് ചെയ്യുമ്പോഴും ഇതൊക്കെ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി, ഈശ്വരനിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഒരു തോന്നല് അത് ഉണ്ടായാൽ തന്നെ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെയൊക്കെ തട്ടി മാറ്റി ഭഗവാൻ തന്നെ നമ്മളെ കൂടെ കൊണ്ടുപോക്കോളും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാന്റെ
അവതാരം. അവതരിക്കുക എന്ന് വെച്ചാൽ എന്താ? ഇറങ്ങി വരിക അല്ലേ? എത്ര സ്നേഹാന്ന് ആലോചിച്ച് നോക്കൂ. നീ ഇങ്ങോട്ട് വന്നാൽ നിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കാം എന്നല്ല ഭഗവാൻ. നീ അവിടെ തന്നെ നിന്നോ, വിഷമിക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. ഭഗവാനെ ഇവിടേക്ക് വരാൻ പറ്റുമോ? ഇവിടെയൊക്കെ ആകെ ബുദ്ധിമുട്ട്, അതൊന്നും നീ അറിയണ്ട, നീ അവിടെ ഇരുന്നാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. എത്ര കാരുണ്യം നോക്കൂ ഭഗവാൻ നമ്മളോട് അല്ലേ? ത്വയാഹുതസ്തു ഭഗവാൻ യാതി നീചഗൃഹേശ്വവി. ഭക്തിയോടെ പറയുന്നില്ലേ മഹാത്മ്യത്തില്? ഭക്തിയോടുകൂടി എവിടെ ഇരുന്ന് വിളിച്ചാലും ഭഗവാൻ വരും. നമ്മളൊക്കെ ചില വീടുകളിലേക്ക് പോയാലേ കാറിന്ന് ഇറങ്ങാൻ നേരത്തെ, ഓ ഇവിടെ നടത്ത ചളിയാണല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങായിരുന്നു. ചളി ആയതുകൊണ്ട്, മുറ്റത്ത് ചളി ആയതുകൊണ്ട്, അല്ലെങ്കിൽ മുറ്റത്ത് കല്ലും മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങണില്ല, കാറിലിരുന്ന് വർത്താനം പറഞ്ഞു പോയി ഇല്ലേ? ഭഗവാൻ പറയുന്നു അവിടെ ചളിയുണ്ടോ ഇതൊന്നും ഞാൻ നോക്കില്ല. കാരണം എന്താ? ഞാൻ കാണുന്നത് എന്നെ കൊതിക്കുന്നവനെ മാത്രം. അതാണ് ഭഗവാൻ കാണുന്നത്. ഭഗവാൻ അതേ അജാമളന്റെ കഥയിൽ നോക്കൂ. അജാമളന് എത്ര എത്ര പോരായ്മയുണ്ടായിരുന്നു. പക്ഷെ ഭഗവാൻ പറയാ ഇത്രയൊക്കെ പാപിയാണെങ്കിലും അയാളെ വേറെ ആരെയും വിളിക്കാണ്ട് എന്നെ വിളിച്ചില്ലേ? ഗജേന്ദ്രനെ വേറെ ആരെയും വിളിക്കാണ്ട് എന്നെ വിളിച്ചില്ലേ? അപ്പൊ നോക്കൂ, ആ ഉള്ളതിലേക്ക്, വേണ്ടതിലേക്ക് മാത്രം ചിന്ത, അതാണ് അവർക്ക് ഉണ്ടായത്. അപ്പൊ നമ്മെ സംബന്ധിച്ചും ആ വേണ്ടതിലേക്ക് എത്താനുള്ള ചിന്തയുണ്ടായാൽ, അത് ദൃഢമായാൽ, നമുക്കതിനുള്ള കഴിവില്ലെങ്കിലും ഇറങ്ങി വന്ന് കൂട്ടിക്കൊണ്ടുപോയിക്കോളും. നമ്മെ സംബന്ധിച്ചതേ പറ്റുള്ളൂ. ഉയരാൻ നമുക്ക് സാധിക്കില്ല, എളുപ്പമല്ല. അതുകൊണ്ട് അതിന് കൃഷ്ണകഥകൾ അതാണ് വേണ്ടത്. ഇവിടെ ഇങ്ങനെ ജീവിതത്തിൽ നമുക്ക് ഇങ്ങനെ ചില സത്സംഗങ്ങളൊക്കെയാണ് അതിന് കിട്ടുന്നൊരവസരം ഇല്ലേ? ഇതൊക്കെ വിട്ട് കഴിഞ്ഞാൽ, ഇത് സപ്താഹം അല്ലെങ്കിൽ സത്സംഗം കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം ആൾക്കാരും സാധാരണ ജീവിതമായി മനഃപൂർവ്വമല്ലെങ്കിലും ഭഗവാനെ മറക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചില സത്സംഗങ്ങളിലൂടെ അത്ര ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയുള്ള സത്സംഗത്തിൽ പങ്കെടുക്കാൻ ശ്രമിച്ചാലേ എത്ര ജന്മങ്ങളെ നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റുന്നു അല്ലെ? എത്ര ജന്മങ്ങളെ, ഓരോ ചിന്ത പോലും. പരമഹംസരുടെ ഒക്കെ ഉപദേശ കഥകളിൽ പറയാറുണ്ട് അത്രേ. അദ്ദേഹത്തിന്റെ ശിഷ്യനൊരു നല്ലൊരു ഷോൾ ധരിച്ചുകൊണ്ട് വന്ന സമയത്ത് അദ്ദേഹം നോക്കി ചിരിച്ചു. അപ്പൊ ശിഷ്യൻ ചോദിച്ചു അത്രേ, എന്താ ഗുരുനാഥൻ ഇങ്ങനെ ചിരിക്കണത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല നിന്റെ ഷോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനിപ്പോ എന്താ? അതിന് ചിരിക്കാനുണ്ടോന്നാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ല അതിനു വേണ്ടി ഇനി എത്ര ജന്മം വേണ്ടിവരുമെന്ന് അറിയില്ലല്ലോ എന്ന് വെച്ചാൽ, ഒരു വസ്തു നാം മോഹിച്ചാൽ ആ വസ്തു അഥവാ തുല്യമായ ഒരു വസ്തു സ്വന്തമാകുന്നത് വരെ നമുക്ക് ജന്മങ്ങൾ എടുക്കേണ്ടി വരും. അപ്പൊ ഓരോ ജന്മങ്ങളിലും, ഓരോ കൊല്ലങ്ങളിലും വേണ്ട, ഓരോ മിനിറ്റിലും അല്ലേ എത്രയെത്ര മോഹങ്ങൾ നമുക്കുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്കൂ. ഈ മോഹങ്ങളാണ് നമുക്ക് ജന്മങ്ങൾക്കും ആ ജന്മങ്ങളിലെ ദുഃഖാനുഭവങ്ങൾക്കും കാരണം. ന അന്യഹ, മറ്റ് പുറമെ ആരുമല്ല. അപ്പൊ നോക്കൂ, ഇങ്ങനെ ഒരു സത്സംഗം ഉള്ളത് കൊണ്ട് നമുക്ക് എത്ര ജന്മങ്ങളെ എത്ര ജന്മങ്ങളിലേക്ക് വീഴാതെ, എത്ര നരകങ്ങളിലേക്ക് വീഴാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ പങ്കെടുക്കുക. അപ്പോഴാണ് ഈ പരീക്ഷത്ത് രാജാവിനെ പോലെ എനിക്ക് കൃഷ്ണകഥകളെ കേൾക്കണമെന്നൊരു ആഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുക. ആ ഭഗവാന്റെ കഥ അത്രയും ശ്രേഷ്ഠമാണ് എന്ന് വർണ്ണിച്ചിട്ടാണ് ഇവിടെ അസുരന്മാരെ കൊണ്ടുള്ള ശല്യം. ഇന്നും ലോകത്തിൽ തന്നെയല്ലേ? അസുഷു ഇന്ദ്രിയേഷുരമന്തേ, ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവർ, അവരാണ് അസുരന്മാർ. അതല്ലേ ലോകത്തിന് മുഴുവൻ പ്രശ്നം. ഇപ്പോ തമിഴ്നാട്ടിൽ വെള്ളം കയറി, എന്താ പ്രശ്നം? ഇതൊക്കെ തന്നെയല്ലേ പ്രശ്നം? വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള വഴി, ആ വഴിയെ പോലും മൂടിക്കൊണ്ട് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കെട്ടിപ്പൊക്കി അവസാനം എന്തായി? ഉള്ള വെള്ളം മുഴുവൻ പൊങ്ങി. നമുക്ക് തന്നെയല്ലേ ഉണ്ടാവുന്നത്? രണ്ട് ചെവി തന്നു. അത് ഒന്നിലൂടെ നല്ലത് കാര്യം കേൾക്കാനും മറ്റതിലൂടെ ആവശ്യമില്ലാത്ത പുറത്തേക്ക് വിടാനാ. ഈ ആവശ്യമില്ലാത്ത പുറത്തേക്ക് വിട്ടില്ല എങ്കിൽ നമ്മുടെ കഥയും ഇതുപോലെ തന്നെ വെള്ളം പൊങ്ങി നമ്മുടെ കഥയും കഴിയുന്നർത്ഥം. അപ്പൊ നോക്കൂ, ഇതൊക്കെ ഇന്ദ്രിയ സുഖങ്ങൾ ആഗ്രഹിക്കുന്നവർ, അവരുടെ ആ പ്രവൃത്തികൾ തന്നെയാണ് ഭൂമിക്ക്. അപ്പൊ നമ്മളും ഇന്ദ്രിയ സുഖങ്ങളുടെ പിന്നാലെ പോയാൽ നമുക്കും ഇത് തന്നെയാണ് അനുഭവം ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും ഭഗവാന്റെ കഥകളെ വർണ്ണിച്ചു കൊടുക്കുകയാണത്രേ. അതിന് മുന്നോടിയായിട്ട് ആദ്യം മധുരയെ വർണ്ണിച്ചു. ആ മധുരയെ ഭരിക്കുന്ന ഉഗ്രസേന രാജാവിനെ വർണ്ണിച്ചു. മധുര എന്നുള്ളതിനെ കുറിച്ച് അനവധി പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു നാടാണ് മധുര. വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള നാടാണ് മധുര. ഇപ്പൊ ഗർഗസംഹിത എന്ന ഗ്രന്ഥത്തിലൊക്കെ വളരെ ഭംഗിയായിട്ട് പറയും മധുരയുടെ പ്രാധാന്യത്തിനെ കുറിച്ച്.
നാരായണീയത്തിൽ പറഞ്ഞില്ലേ ഭവൽ സാന്നിധ്യ പുണ്യോത്തരേ എന്ന് നാരായണീയത്തിൽ പറഞ്ഞു. ഭാഗവത്തിലോ മധുരാ ഭഗവാൻ യത്ര നിത്യം സന്നിഹിതോ ഹരിഹി എന്ന ഇത് ഭാഗവത്തിൽ പറഞ്ഞു. ഈ വരാഹം മൂർത്തിയായിട്ട് ഭഗവാൻ ഭൂമിയെ ഉയർത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഭൂമി ചോദിച്ചു അത്രേ, എന്നെ എവിടെ വെക്കും? ഭഗവാൻ പറഞ്ഞു, എവിടെ മരങ്ങൾ കാണുന്നുവോ അവിടെ ഞാൻ നിന്നെ വെക്കും. ഭൂമി ചോദിക്കുക, ഞാൻ ഇല്ലാണ്ട് മരങ്ങൾ ഉണ്ടാവുമോ? അപ്പോഴാണ് പറഞ്ഞത്, മധുര എന്നൊരു ഭൂമിയുണ്ട്, ആ മധുരയോട് നിന്നെ ഞാൻ കൂട്ടിച്ചേർക്കും. ഈ പ്രളയത്തിൽ ഭൂമി നീ നശിച്ചാലും നശിക്കാതെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് മധുര. അത് എന്നെ പോലെ എന്നും ഉണ്ടാകും എന്നാണ്. 14 കോടി തീർത്ഥങ്ങൾ ആ മധുരയിലുണ്ട് എന്നാണ് പറയുക ഈ ഗർഗസംഹിത എന്ന ഗ്രന്ഥത്തിൽ. അവിടെ മധുരയൊക്കെ നമസ്കരിക്കുന്നത്ര. നമ്മെ സംബന്ധിച്ചും കൃഷ്ണന്റെ ജനനം നടക്കുന്ന മധുരയെ മനസ്സുകൊണ്ട് നമസ്കരിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. ആ മധുരയിൽ ഗംഭീരമായിട്ടുള്ള ഘോഷയാത്ര, ദേവകി ദേവിയുടെ വിവാഹമാണ്, വസുദേവരാണ് വിവാഹം കഴിക്കുന്നത്. ഘോഷയാത്ര ആ വളരെ ഭംഗിയായി പോകുന്ന സമയത്ത് വധൂവരന്മാരെ ഇരിക്കുന്ന ആ തേർത്തളിക്കുന്ന കംസ യുവരാജാവ് അശരീരി കേൾക്കുന്നു, ഇവരുടെ 8ാമത്തെ ഗർഭം തന്നെ കൊല്ലുമെന്ന്. പേടി എന്നുള്ള വികാരം കംസനെ അധർമ്മിയാക്കുന്നു. കംസൻ ദേവികയെ നിഗ്രഹിക്കാൻ ശ്രമിക്കുന്നു. വസുദേവര് കംസനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നു. നോക്കൂ, വസുദേവർ എന്ന ഒരു ഗുരുനാഥനും ദേവകി എന്ന ഒരു ശിഷ്യ, ആ ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നും ഉണ്ടായ ബ്രഹ്മവിദ്യയായിട്ട് കൃഷ്ണനെ കാണിക്കുന്നു. വസുദേവര് കംസനോട് പറയാണ്, ജനിച്ചവർക്കൊക്കെ മരണമുണ്ട് എന്ന ചില വാക്കുകളിലൂടെ കംസനെ ഈ ഉദ്യമത്തിൽ നിന്നും പിന്തിരിപ്പിച്ച് ദേവകിയെ രക്ഷിച്ചു. യഥാകാലം ഒരു സന്താനമുണ്ടായി. ആ ഉണ്ണിയെ വസുദേവര് കൊണ്ടുകൊടുക്കുക അത്രേ. പക്ഷെ കംസൻ നിഗ്രഹിക്കാതെ വിട്ടെങ്കിലും നാരദ മഹർഷിയുടെ ചില വാക്കുകൾ കേട്ട സമയത്ത് കംസന് പേടി വന്നു. കംസൻ ഒന്നല്ല ഉണ്ടായ ഉണ്ണികളെ മുഴുവൻ നിഗ്രഹിക്കുന്ന അവസ്ഥ. 7ാമത്തെ ഉണ്ണിയെ ഭഗവാന്റെ വാക്കനുസരിച്ച് യോഗമായ ഭഗവതി ഇവിടുന്ന് എടുത്ത വസുദേവരുടെ മറ്റൊരു ഭാര്യയായിട്ടുള്ള രോഹിണിയിലേക്ക് മാറ്റലും കഴിഞ്ഞു. അതിനുശേഷമാണ് ഭഗവാന്റെ വരവ്. ഭഗവാൻ എവിടെ വന്നു? ആദ്യം വസുദേവരുടെ ഉള്ളിൽ. വസുദേവം ഹരേസ്ഥാനം വദന്ത്യാനകതുന്തുഭ്യം. ഈ വസുദേവ ശബ്ദത്തിന് എന്താ അർത്ഥം? ഭാഗവതം ദക്ഷയാഗത്തിലൂടെ പറഞ്ഞില്ലേ, സത്യം വിശുദ്ധം വസുദേവ ശബ്ദിതം. സത്യത്തിന്റെ വിശുദ്ധിയുടെ ഭാവമാണ് വസുദേവര്. വസു എന്ന് വെച്ചാൽ ധനം എന്നർത്ഥമുണ്ട് അല്ലേ? ദേവന്റെ ശോഭിക്കുന്നവൻ, ധനം കൊണ്ട് ശോഭിക്കുന്നു എന്ന് വെച്ചാൽ ശ്രീയപതിഹി യജ്ഞപതിഹി എന്നൊക്കെ ഭഗവാനെ പറയും. ഈ ഈശ്വരന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ധനം എന്താ? ഭഗവാൻ തന്നെ. അതിലും വലിയ ധനമുണ്ടോ? ഇല്ല. ആ ധനം കൊണ്ട് ശോഭിക്കുന്ന ആളാണ് വസുദേവര്. ആ വസുദേവരിൽ നിന്നും മനസ്സ് എന്ന ഉപാധിയിലൂടെയാണ് ദേവകി ദേവി ഭഗവാനെ സ്വീകരിക്കുക. അതാണ് അവിടെ ഒരു ശരിക്കൊരു ഗുരുശിഷ്യ ബന്ധമുണ്ട്. ശാരീരികമായിട്ടുള്ള ബന്ധമല്ല ഉള്ളത് അവിടെ. ഒരു ഗുരുനാഥൻ ശിഷ്യന് വിദ്യ ഉപദേശിക്കും. അപ്പൊ ഗുരുനാഥനും ശിഷ്യനും കൂടി ഒരു സംഭാഷണം ഉണ്ടാവും. ആചാര്യ അരണിരാദ്യസാൽ അന്തേവാസ്യുത്തരാരണി തൽ സന്ധാനം പ്രവചനം വിദ്യാസന്ധി സുഖാവഹ എന്ന് ഇനി ഏകാദശത്തിൽ പറയും. അധരാരണി ഉത്തരാരണി, ഈ 2 അരണികൾ കൂട്ടിക്കടയുമ്പോഴാണ് അതിൽ നിന്നും അഗ്നി ഉണ്ടാവുക. ഇതുപോലെ വസുദേവര് ദേവകി എന്ന ഗുരുനാഥനും ശിഷ്യയും. ഒരു ഗുരുനാഥൻ സത്യത്തിന്റെ സ്വരൂപമായിട്ട് ഭഗവാനെ അറിഞ്ഞവനായിട്ടുള്ള ഗുരുനാഥൻ. ഇവിടെ ദേവകിയും. ഇത്ര കാലം നോക്കൂ, ഭഗവാന് വേണമെങ്കിൽ 8ാമത്തെ ഉണ്ണിയായിട്ട് വേണമെങ്കിൽ വരാം അല്ലേ? ഭഗവാനത് ചെയ്തില്ല. 8ാമത്തെ ഉണ്ണിയായിട്ട് വന്നു. കാരണം എന്താ? ദേവിക്ക് പാകമാവണ്ടേ? അഥവാ ശിഷ്യൻ ഉപദേശം സ്വീകരിക്കണമെങ്കിൽ അതിന് പാകമാകണം അല്ലേ? ജീവിതാനുഭവങ്ങൾ പലതും വന്നുവെങ്കിലും അതെല്ലാം മായമൂലമുള്ള ഭ്രമമാണ് എന്ന് തന്റെ ഉപദേശങ്ങളിലൂടെ തന്റെ ഭാര്യയായിരിക്കുന്ന ദേവകിക്ക് പറഞ്ഞുകൊടുത്ത പതി ആയി മാറി. പാതി രക്ഷിക്കുന്നവൻ. അവിടെയും തളരാതെ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് വസുദേവരത വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തു. ദേവകി ദേവി, ആ ദേവിയുടെ മനസ്സ് പരിപാകമായപ്പോഴാണ് ഭഗവാനെ അറിയാനായിട്ട് സാധിച്ചത്. അപ്പൊ നമ്മെ സംബന്ധിച്ചും മനസ്സ് പാകമാകുമ്പോഴേ ഈ വിദ്യ നമ്മിൽ ഉദിക്കുള്ളൂ. അപ്പൊ അതിന് തടസ്സമായി നിൽക്കുന്നവയെ മാറ്റാനാണ് മറ്റ് കർമ്മങ്ങൾ. എന്തായാലും ഇവിടെ എങ്ങനെ ദീക്ഷ നൽകി?
അല്ലേ? ഗുരുനാഥൻ ശിഷ്യന് ഉപദേശം നൽകില്ലേ? ദീക്ഷ അതെങ്ങനെയാ? വാക്കുകളെ കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലേ? അതുപോലെ കണ്ണുകളിലൂടെ ദർശന ദീക്ഷ. വിവേകാനന്ദ സ്വാമികൾക്ക് എങ്ങനെയായിരുന്നു സ്പർശന ദീക്ഷ കൊടുത്തതല്ലേ? അപ്പൊ അങ്ങനെ പല രീതിയിലാണ്. ഇവിടെ ദർശന ദീക്ഷയായിരുന്നു. വസുദേവര് ഒരു ഭാഗത്ത് ഭഗവാനെ സാക്ഷാത്കരിച്ച വസുദേവര് ഒരു ഭാഗത്ത്, ഇപ്പുറത്ത് ഭഗവാനെ പകർത്താനുള്ള ദേവികി. വിദഗ്ധായ വിദഗ്ധേന സംഗമോ ഗുണവാൻ ഭവേൽ. രണ്ടുപേരും പാകമായപ്പോഴാണ് അവിടെ ജ്ഞാനാഗ്നി ഉദിക്കുന്നത്. മനസ്സ് പരിപാകമാകുമ്പോൾ കൃഷ്ണൻ എന്ന ബ്രഹ്മവിദ്യയെ അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അത് പരിപാകമായില്ല എങ്കിൽ സാധിക്കില്ല. മനസ്സുകൊണ്ടൊക്കെ ഇങ്ങനെ ഒരു കൈമാറ്റം വരുമോ എന്നാണെങ്കിൽ, കൈമാറാനുള്ള ഉപാധി കൃത്യമാണെങ്കിൽ എന്തും കൈമാറാൻ പറ്റും. 2 മൊബൈൽ ഫോൺ അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് ബ്ലൂടൂത്ത് വഴി അയക്കണില്ലേ എന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് വേണം കഴിക്കാൻ പറ്റുന്നില്ലേ പല വഴിയിലൂടെ. അപ്പോ ഉപാധി ഉണ്ടെങ്കിൽ സാധിക്കും. ഇവിടെ മനസ്സ് എന്നുള്ളതാണ് പണ്ടുള്ളവർക്ക് ഒരേ ഒരു ഉപാധി. ആ മനസ്സിനെ ഉള്ളതായിരിക്കുന്ന ഈശ്വരനിലേക്ക് ഉറപ്പിച്ചപ്പോൾ ഉള്ളതിനെ നേടാൻ അനുഭവിക്കാൻ സാധിച്ചു. അവർ പുറമെ കാണുന്ന ഇന്ദ്രിയങ്ങളിലേക്കോ ഒന്നുമല്ല. ഏനെ ഇഷിതാവാ ഗസവശരന്തി. ഏതൊന്ന് ഹേതുവായിട്ടാണോ ഈ ഇന്ദ്രിയങ്ങളുടെ ചലനങ്ങൾ പോലും ഉണ്ടാകുന്നത്, ആ ജീവനെ തന്നെ, അതിലേക്ക് തന്നെ മനസ്സിനെ ഉറപ്പിച്ചപ്പോഴാണ് ഈ ഈശ്വരനെ, ബ്രഹ്മവിദ്യയെ നേടാനായിട്ട് ദേവികി ദേവിക്ക് സാധിച്ചത്. ദേവികി ദേവി ഗർഭിണിയായിട്ടുള്ള ദേവികി ദേവിയുടെ അടുത്ത് വന്ന ബ്രഹ്മാദികളുടെ സ്തുതിയെല്ലാം കേട്ടിട്ട് ഭഗവാൻ അവതരിക്കാൻ തയ്യാറാവുന്നു. ഭാഗവതം 8ാമത്തെ ശ്ലോകത്തില്, ദശമസ്കന്ധത്തിലെ 3-ാം അധ്യായത്തിൽ 8ാം ശ്ലോകത്തിൽ ഭഗവാന്റെ വരവിനെ കുറിച്ച് പറയും. ഈ ഭഗവാൻ നമ്മുടെ ഉള്ളിലേക്കും വരണം. 8ാമനായിട്ടാ വരണതേ. 8-4 വെച്ച് നോക്കൂ. ബ്രഹ്മാവ്, സത്യലോകത്തിന്റെ പതിയായിട്ടുള്ള ബ്രഹ്മാവ്, സരസ്വതി വല്ലഭനായിട്ടുള്ള ബ്രഹ്മാവ്, സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ സത്യം എന്നുള്ള ഭാവത്തില് 8 രീതിയിലാ സ്തുതിക്കുക. അവിടെ 8 എന്നുള്ളത് ശ്രീകൃഷ്ണൻ തന്നെയാണ് സംഖ്യ. അത് ഭാഗവതത്തിലെ ആദ്യ ശ്ലോകം മുതൽ ശ്രദ്ധിച്ചാൽ അറിയാം. 8 ആണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ സംഖ്യ. ഇവിടെ ഭഗവാൻ വരാൻ പോകുന്നതും 8ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാന്റെ വരവ്. നമ്മെ സംബന്ധിച്ചും 8 വളരെ പ്രാധാന്യമുണ്ട്. ഈ ലോകത്തിൽ എന്ത് നോക്കിക്കോളൂ 8-ലാവും. 8മായി ബന്ധപ്പെട്ട സംഖ്യയിലാവും എല്ലാം. അതില്ലാതെ ഒന്നും ഉണ്ടാവില്ല. കലകൾ 64 കലകളാണല്ലേ. അത് 8മായി ബന്ധപ്പെട്ടതിൽ ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ ഈ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന ഇടയ്ക്ക, അതിലിങ്ങനെ കുറെ നൂല് കൊണ്ട് ഉണ്ടകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് ഈ 64 കലകളെ സംബന്ധിച്ച് 64 വേണ്ടത്. അഷ്ടൗ പ്രകൃതയഃ എന്ന് ഭാഗവതം പറയും. പ്രതിവ്യക്തേജോവായുരാകാശങ്ങള്, മനസ്സ്, അതേപോലെ തന്നെ അഹങ്കാരം, ബുദ്ധി, ഇതൊക്കെ കൂടിയിട്ടുള്ള അഷ്ടൗ പ്രകൃതയഃ എന്ന് ഭാഗവതം പറയും. ഇങ്ങനെ 8 പറയണമെങ്കിൽ ധാരാളമുണ്ട്. അപ്പൊ ആ 8ാമനായിട്ട് ഭഗവാൻ ഇവിടെ അവതരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭഗവാനെയാണ് ബ്രഹ്മാവ് സ്തുതിക്കുന്നത്, സത്യസ്വരൂപനായിക്കൊണ്ട്. ഭാഗവതം എന്നുള്ളത് സത്യഗ്രന്ഥമാണ്. സത്യം പരം ധീമഹി എന്ന് പറയും ആദ്യം, ഇല്ലേ? ഭാഗവത്തിലെ പ്രതിപാദ്യ വിഷയം എന്താ? സത്യമാണ് ഭാഗവത്തിലെ പ്രതിപാദ്യ വിഷയം. നാരായണീയത്തിൽ ആനന്ദമാണ്. ഒരു ഗ്രന്ഥത്തിന്റെ ആദ്യവും നടുഭാഗത്തും അതിന്റെ അവസാനവും ഏതൊരു വിഷയത്തെ എടുത്തു പറയുന്നുവോ അതാണ് ആ ഗ്രന്ഥത്തിന്റെ പ്രതിപാദ്യ വിഷയം. ഭാഗവതം സത്യം പരം ധീമഹി എന്ന് ആദ്യം പറഞ്ഞു, അവസാനം അത് പറയും. ഈ 8ാം സ്കന്ധത്തിന്റെ അവസാനം നോക്കൂ. മഹാബലിയുടെ സത്യപരിപാലനം, സത്യവ്രത രാജാവിന്റെ കഥ, സത്യം പറഞ്ഞൊരു മഹാത്മാവിന് ഭഗവാൻ മഹാദേവന് അനുഗ്രഹം സിദ്ധിച്ച കഥ, അച്ഛന്റെ വാക്ക് സത്യമാക്കി തീർത്ത രാമേന്ദ്രസ്വാമിയുടെ കഥ, അങ്ങനെയൊക്കെ പറഞ്ഞ് സാക്ഷാൽ ഇതുവരെ ഏതേത് ആളുകളിൽ ഏതേത് രീതിയിൽ സത്യം പ്രകാശിച്ചിരുന്നുവോ ആ സത്യസ്വരൂപനാണ് ഇവിടെ ഇറങ്ങി വരുന്നത്. അപ്പൊ നമ്മെ സംബന്ധിച്ചും ഈ സത്യത്തിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക. ഈ സത്യമേ ഉള്ളൂ. സത്യത്തെ തിരിച്ചറിയാനുള്ളൊരു ബുദ്ധി, വിവേചന ബുദ്ധി ഭഗവാൻ നമുക്ക് തന്നിരിക്കുന്നു. പക്ഷേ നമ്മളത് ഉപയോഗിക്കണില്ല. കാരണം എന്താ? നമ്മളൊക്കെ 5 വയസ്സുള്ളപ്പോ എന്താ പറയാറ്? ഞാൻ കണ്ടു, ഞാൻ കേട്ടു എന്നൊക്കെ പറയും. 50 വയസ്സായാലും പറയും ഞാൻ കണ്ടു, ഞാൻ കേട്ടു. 80 വയസ്സായാലും പറയും ഞാൻ കണ്ടു, ഞാൻ കേട്ടു. ഇത് പറയുന്ന നാം ചിന്തിച്ചു നോക്കുക. ഇവിടെ ആരാണ് ഞാൻ? ഈ ശരീരമാണോ? അല്ല.
കാരണം 5 വയസ്സുള്ളപ്പോ ശരീരം എങ്ങനെയാണോ? അല്ല. 50 വയസ്സുള്ളപ്പോ അതുപോലെയാണോ? അല്ല. 80 വയസ്സായപ്പോഴോ കുറേ കൂടി മാറ്റം വന്നു. അപ്പൊ ഈ ശരീരത്തിന് മാറ്റങ്ങൾ വരുന്നുവെങ്കിൽ അത് നിത്യമല്ല. നിത്യമല്ല എങ്കിൽ സത്യമല്ല. സത്യം എന്നുള്ളതിന് നിത്യത്വമുണ്ട് അല്ലേ? നിത്യമായിട്ടുള്ള ഒന്നിനെ മാത്രമേ, ഒരു മാറ്റവുമില്ലാത്ത ഒന്നിനെ മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ? സത്യം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോ ഒരു മാറ്റവും ഇല്ലാതെ 80 വയസ്സായാലും ഞാൻ കണ്ടു, ഞാൻ കേട്ടു എന്ന് പറയണു. അപ്പോ ഉള്ളിൽ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന ഒന്നുണ്ട്. എന്താ? ഞാൻ എന്ന ഒന്നുണ്ട്. ഈ ഞാൻ എന്ന ഒന്ന് ഈ ശരീരമാണോ? ശരീരമാണോ? ഞാൻ ചിന്തിച്ചു നോക്കൂ. ശരീരമല്ല. ഞാനാണ് മാറ്റമില്ലാതെ നിൽക്കുന്ന ആള്. ഞാൻ ആരാ? ശരീരാണോ? അല്ല. കയ്യിന് എന്തെങ്കിലും പറ്റിയാൽ എന്താ പറയാ? എന്റെ കയ്യ് പൊട്ടി, എന്റെ ചെവി വേദനിക്കണു, എന്റെ കണ്ണിൽ കമ്പ് കുത്തിക്കൊണ്ടു, എന്റെ കാല് കല്ലും ഇടിച്ചു. അപ്പൊ എന്താ? ഈ കയ്യും കാലും കണ്ണും മൂക്കൊന്നും ഞാനല്ല, അതൊക്കെ എന്റെയാണ്. ഇതൊന്നും ഞാനല്ല, അതൊക്കെ എന്റെയാണ്. അപ്പോ ഇതൊക്കെ എന്റെയാണെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരാൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ എന്നെയാണ് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത്. ആ ഞാൻ ആരാ? ആ ഞാൻ തന്നെ ഈശ്വരൻ അല്ലെ? ജീവൻ എന്ന ഭാവത്തിൽ ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാനതി. ജീവൻ എന്ന ഭാവത്തിൽ നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലും നിൽക്കുന്നത് ആരാ? സാക്ഷാത് ഭഗവാൻ തന്നെ, ബ്രഹ്മം തന്നെ. ആ ഒരു അറിവ്, ഈ ഒരു ബോധം ഉണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ച് അവിടെ യാതൊരു ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാവില്ല. അത് ഉണ്ടാവാതിരിക്കട്ടെ. അതിനാണ് ഈ കഥകളെ കേൾക്കേണ്ടത്. വസുദേവര് ദേവകിയെ ആ ഭാവത്തിലേക്ക് എത്തിച്ചതുപോലെ, ദേവകി ആ ഭാവത്തിൽ എത്തിയതുപോലെ ഈ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളെയും ഈശ്വരൻ നൽകുന്ന ഓരോ പരീക്ഷണങ്ങളായി കണ്ട് അതിൽ തളരാതെ മുന്നേറുക. എന്തിനെ ഭഗവാൻ നമ്മളെ പരീക്ഷിക്കണത്? വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാനെ നമ്മളെ ദുഃഖിപ്പിച്ചിട്ട് എന്തെങ്കിലും കിട്ടാനുണ്ടോ? എന്ന് ആലോചിച്ച് നോക്കൂ. ഒന്നുമില്ല. എന്തിനാണ് ചില കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ വരണേച്ചാൽ അഹങ്കാരം എന്നുള്ളത് നമ്മളെ നശിപ്പിക്കും. എന്ത് ഉണ്ടായിട്ടും കാര്യമില്ല. അഹങ്കാരം വന്നാൽ ഒക്കെ നശിക്കും. ദക്ഷന്റെ കഥയിൽ പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ ഒരു കാര്യം വിചാരിക്കുമ്പോഴേക്കും അത് നടക്കൂ. അത് നടന്നുവെങ്കിൽ അഹങ്കാരം വരും ഇല്ലേ? ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ രീതിയിലുള്ള ദുഃഖങ്ങൾ വന്നാലോ, ഭഗവാനെ എന്റെ കാര്യം നടക്കണില്ലല്ലോ, ഈശ്വര എങ്ങനെയെങ്കിലും നേരെയാക്കി തരണേ, ഈശ്വര ചിന്ത വരണമില്ലേ? അപ്പോ ഈശ്വരസ്യ കൃപയാ ദുഃഖം ആഗമിശ്വരി ദേഹിനാം ഭോകേഷ വിരതിം ദാതും തസ്മാ ദുഃഖം നഗരഹയേൽ എന്ന് മഹാത്മാക്കൾ പറയും. അപ്പൊ ദുഃഖം വരണത് എന്തിനാ? ദുഃഖിപ്പിക്കാനല്ല, സുഖിപ്പിക്കാനാണ്. ഈ ശരീരം കൊണ്ട്, ഈ ശരീരത്തിൽ ഞാനെന്നുള്ള തോന്നൽ കൊണ്ട് ചിലത് നേടി എന്നൊക്കെയാണെങ്കിൽ ഇതൊന്നും അല്ല, ഞാനല്ല. ഇതൊക്കെ ശരീരത്തിനുള്ളിൽ ജീവനുള്ളത് കൊണ്ടാണ്, ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഇത് ഓരോന്നും നേടാനായത് എന്ന അറിവ് നമുക്ക് എപ്പോഴും നിൽക്കാൻ വേണ്ടിയിട്ട്, അഥവാ നമുക്ക് അഹങ്കാരമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില അനുഭവങ്ങള് ഈശ്വരൻ ജീവിതത്തിൽ തരണത്. അപ്പോ ഭോഗേഷു വിരതിം, എന്തിന്? ഇല്ലാത്തതിനെ പ്രേമിക്കൽ, അത് മാറ്റി ഉള്ളതിനെ മാത്രം അറിയാൻ, അനുഭവിക്കാൻ മാത്രമാണ്. ദേവികി ദേവിക്കും വസുദേവർക്കും ഉണ്ടായതുപോലെ നമുക്കും ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട് എങ്കിൽ ആ അനുഭവങ്ങളിൽ തളരാതിരിക്കുക. ഇതൊക്കെ നാളെ ഭഗവാൻ ആടാൻ പോകുന്ന ചില ലീലകളുടെ ബാക്കി പത്രം. ചില കുട്ടികൾക്ക് വല്ലാതെ സ്നേഹം വന്നാൽ അവര് നമ്മുടെ മുഖം മാന്തി പൊളിക്കും, തലമുടിയൊക്കെ പിടിച്ചു വലിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? ഇതുപോലെ നോക്കൂ, ഈശ്വരന്റെ ഒരു കാരുണ്യം, നോട്ടം നമ്മുടെ നേരെ ഉണ്ട്. അപ്പൊ ഈ കഷ്ടപ്പാടൊക്കെ ഉണ്ട് എങ്കിൽ ഭഗവാൻ പറയാണ്, നിനക്ക് ഇനി കഷ്ടപ്പാടില്ലാത്ത രീതിയിൽ നിന്നെ ഞാൻ രക്ഷിച്ചോളാം, ഞാൻ നിന്നിലേക്ക് വരികയാണ്. ഭഗവാൻ ഏതോ ഒരു മധുരയില് എന്നോ ജനിച്ച ഒരാളല്ല, ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ജനിക്കണം. മധുരയിൽ കംസന്റെ കാരാഗ്രഹത്തിൽ ജനിച്ച ഭഗവാനെ ദേവികി വസ്തുവന്മാരെ കണ്ടു, രണ്ടുപേരും സ്തുതിക്കുന്നു. അവരോട് ഭഗവാൻ പറയണ, 3ാമത്തെ ജന്മമാണ് നിങ്ങൾക്ക് എന്നെ പുത്രനായിട്ട് നേടാൻ സാധിച്ചത്. കംസൽ നിന്ന് പേടിയുണ്ടെങ്കിൽ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുള്ളൂ. അവിടെ നന്ദഗോപര്, ആ നന്ദഗോപരുടെ ഭാര്യയായിട്ടുള്ള യശോദ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ട്, ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന് കിടത്തിക്കോളൂ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് തന്നെ ആ രോഹിണി, ഇവിടെ ദേവകി ദേവിയുടെ ഉദരത്തിൽ വളർന്ന ജീവൻ യോഗമായ രോഹിണിയുടെ ഉദരത്തിലേക്ക് മാറ്റിയിരുന്ന രോഹിണി പ്രസവിച്ചു കഴിഞ്ഞിരുന്നു. വസുദേവർ ഉണ്ണിയെടുത്ത് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ്, എങ്ങനെ പോവും? വസുദേവരുടെ കയ്യില് ചങ്ങലയാണ്.
അവിടെ ഈ യോഗമായി ജനിച്ചപ്പോഴേക്കും ചങ്ങലയൊക്കെ കഴിഞ്ഞു. വസുദേവർക്ക് പോകാൻ സാധിച്ചു. കാളിന്തി വസുദേവർക്ക് വഴിയൊരുക്കി കൊടുത്തു. അനന്തൻ കുടയായി നിന്നു എന്നാണ്. ഈ കാളിന്തി അതിശക്തയായി ഒഴുകുന്നത് പോലെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കണതല്ലേ? കാലകന്യായിട്ടുള്ള കാളിന്തി എത്ര വേഗത്തിലാണ് ഈ കാലം അഥവാ കാലസ്വരൂപൻ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ നേരെ ഓരോ തവണ വന്ന കഷ്ടപ്പാടുകൾ, പൂതനയായിട്ട് വന്നു, ശകടാസുരനായിട്ട് വന്നു, ഋണാവർത്തനായിട്ട് വന്നില്ലേ? ഇതുപോലെ നമുക്ക് എത്ര സംഭവിക്കുന്നു ആലോചിച്ച് നോക്കൂ. വണ്ടി, എത്ര വാഹനാപകടങ്ങൾ, എത്ര കൊടുങ്കാറ്റുകൾ, എത്ര പേമാരികൾ, എത്ര വിഷവായു, എത്ര വിഷം കഴിക്കേണ്ടവരുണ്ട്. ഇങ്ങനെ നിരന്തരം അപകടങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെങ്ങനെ വരുന്നു? വളരെ വേഗത്തിലൊഴുകുന്ന കാളിന്തിയെ പോലെ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ വസുദേവരെ കണ്ട സമയത്ത് കാളിന്തി വഴിയൊരുക്കി കൊടുത്തു. കാരണം എന്താ? മൂർധനി ശ്രീകൃഷ്ണ ശോഭിതേ. അതാണ് കാരണം. മൂർധാവിൽ ശ്രീകൃഷ്ണൻ ശോഭിക്കണു. അതുകൊണ്ട് എന്ത് ചെയ്തു? കാളിന്തി വഴി മാറി നിന്നു എന്നാണ്. നമ്മുടെ മൂർധാവിലും ശോഭിക്കണം ഈ ശ്രീകൃഷ്ണൻ. ഇവിടെ ജീവൻ ഉണർന്ന് മൂർധാവിലെത്തി ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ച് അങ്ങോട്ട് പോകണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ശ്രീകൃഷ്ണനെ നാം ശിരസിൽ തന്നെയാണ് നീലക്കല്ലിനെ വെക്കേണ്ടത്. അതാണ് ഇവിടെ വസുദേവര ഉണ്ണിയെ ശിരസിൽ വെച്ച് കൊണ്ടുപോയി. സാധാരണ ജനിച്ച ഒരു ഉണ്ണിയെ ആരെങ്കിലും തലയിൽ വെച്ച് കൊണ്ടുപോകും? ആരെങ്കിലും തലയിൽ വെച്ച് കൊണ്ടുപോകുന്ന ആലോചിച്ച് നോക്കൂ. ജനിച്ച ഉണ്ണി ആരെങ്കിലും തലയിൽ വെച്ച് കൊണ്ടുപോകും? ഇല്ല. പിന്നെ എന്തേ എങ്ങനെ പറയണു എന്നാണെങ്കിൽ ഗർഗസംഹിതയിൽ പറയുന്നുണ്ട് ശ്രീകൃഷ്ണനെ ശിരസിൽ വെച്ചാണ് പോയത് എന്ന്. നമുക്കും ആ ശ്രീകൃഷ്ണനെ ഉയർത്തിപ്പിടിക്കാനുള്ള സമയമായി. ശ്രീകൃഷ്ണ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ഉയരാനുള്ള സമയമായി. ശ്രീകൃഷ്ണൻ അവതരിക്കട്ടെ. കാളിന്തി വളരെ വേഗം ഒഴുകി വരുന്ന കാളിന്തിയെ പോലെ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടിക്കടി വരുന്നുണ്ടെങ്കിൽ അതിനോടൊക്കെ പറയാം, അപകടങ്ങളെ നിങ്ങളെ എനിക്ക് പേടിയില്ല, ദുഃഖങ്ങളെ നിങ്ങളെ എനിക്ക് പേടിയില്ല. കാരണം എനിക്ക് എന്റെ ശ്രീകൃഷ്ണനുണ്ട്. ആ ശ്രീകൃഷ്ണന്റെ വരവിനായി നമുക്കും തയ്യാറാവാം. ഭഗവാന്റെ അവതാര ശ്ലോകങ്ങൾ വായിക്കാം. കൃഷ്ണാവതാര ഘോഷയാത്ര യജ്ഞവേദിയിലേക്ക് പുറമേ കാണുന്നത് പോലെ ആഘോഷങ്ങളോടുകൂടി നമ്മുടെ ഉള്ളിലേക്കും വരട്ടെ. ഭഗവാന്റെ അവതാരത്തിന് അന്തരീക്ഷം ഭാഗമാകുമ്പോൾ വാദ്യമേളഘോഷങ്ങൾ ഉള്ളതുപോലെ ആ വാദ്യമേളഘോഷങ്ങളോടുകൂടി ശ്രീകൃഷ്ണന്റെ ആ വരവിനെ പോലെ നമ്മുടെ ഉള്ളിലേക്ക് വന്ന് അമ്പാടിയിലും വൃന്ദാവനത്തിലൊക്കെ ലീലകൾ ആടിയതുപോലെ എന്നെന്നും ലീലാബാലഗോപാലനായിട്ട് പരിലസിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ കൃഷ്ണ അവതാരത്തെ നമുക്ക് ഇവിടെ പാരായണം ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.